റയാൻ ജനിക്കുന്നത് ഒരു റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്നാണ്. അവൻ ജനിച്ച് ഒരു വർഷം കഴിയുമ്പോൾ അവന് സെറിബ്രൽ പാൾസി ഉണ്ട് എന്ന് കൺഫേം ചെയ്യപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് ഒരു സ്ട്രഗിളിൻ്റെ കാലഘട്ടമാണ്. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു കുട്ടിക്ക്, ഒരു വിദ്യാർത്ഥിക്ക് വളർന്നു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അവിടെ നിന്ന് അവൻ കാനഡയിലോട്ട് പറിച്ചു നടപ്പെടുന്നു. അവിടെ അവൻ സ്കൂളിൽ പോകുന്നു, അവൻ സ്വിം ചെയ്യുന്നു, അവൻ സർഫ് ചെയ്യുന്നു, അവൻ കുതിര സവാരി നടക്കുന്നു. എന്തൊരു മനോഹരമായിട്ടുള്ള ഒരു ജേണിയാണ് അല്ലേ? ഈ ഒരു യാത്രയാണ് അടുത്ത ഒരല്പസമയം നിങ്ങൾ കേൾക്കാൻ പോകുന്നത് റയാൻ്റെ പിതാവ് ഫാദർ മുഹമ്മദ് അസ്രത്തിൻ്റെ കൂടെ. ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും നിങ്ങളുടെ കണ്ണുകൾ നനയിക്കും. ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കും. അവസാനം വരെ കേട്ടിരിക്കുക. ഇത് കാനഡയിൽ നിന്നാണ് അസ്രത്ത് ബായ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഞാൻ കേരളത്തിലുമാണ്. വീഡിയോ ക്വാളിറ്റിക്ക് ചില പ്രയാസങ്ങളുണ്ടാവാം, സൗണ്ടിന് ചില പ്രയാസങ്ങളുണ്ടാവാം. പക്ഷേ ഇത് നമ്മൾ ഓരോരുത്തരും കേൾക്കൽ നിർബന്ധമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാനഡയിലെ നോവാസ്കോഷ്യ പ്രൊവിൻസിൽ ഡിസബിലിറ്റി സപ്പോർട്ട് പ്രോഗ്രാം സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന മുഹമ്മദ് അസ്രത്ത് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇപ്പോൾ അസ്രത്ത് സാറിന് മിടുക്കനായിട്ടുള്ളൊരു മോനുണ്ട്, റയാൻ. എത്ര മക്കളുണ്ട് സർ? എനിക്ക് 2 മക്കളുണ്ട്. റയാന് 10 വയസ്സായി, ഹസ്ബ ഫാത്തിമ അവർക്ക് 5 വയസ്സ്. 5 വയസ്സ്. അപ്പോൾ റയാന് സെറിബ്രൽ പാൾസി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് താങ്കൾ കാനഡയിലോട്ടൊക്കെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റോറി കേൾക്കണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് തുടങ്ങാനുള്ളത്, റയാന് ജനിച്ചപ്പോൾ നിങ്ങളുടെ ഒരു ഫസ്റ്റ് ബോൺ സെറിബ്രൽ പാൾസി ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് എന്ന് എപ്പോഴാണ് അറിയുന്നത്? അത് അറിയുമ്പോഴുള്ള സാറിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു? ഓക്കെ, ശരിക്കും റയാൻ നമ്മളെ എൻ്റെ ഒരു ആദ്യ മകനാണ്. അപ്പം അറിയാലോ, ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പുള്ള സ്വപ്നങ്ങള്, ഇവിടെ അവന്റെ ആദ്യത്തെ ആ കുട്ടിയുടെ പഠനം, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷന്, അവന് വേണ്ട ഡ്രസ്സുകൾ, അത്തരം കുറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും പാരന്റിനുള്ളത് പോലെ തന്നെ. ഗർഭസമയത്ത് ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ലാസ്റ്റ് മാസങ്ങളിൽ എനിക്ക് വൈഫിന്റെ കൂടെ ഇല്ലാത്ത ചില ആശങ്കകളും വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ജോലി തിരക്കുമായിട്ട് ബന്ധപ്പെട്ട്. ജനുവരി 26, ഇൻട്രസ്റ്റിംഗ്, ജനുവരി 26-നാണ് റിപ്പബ്ലിക് ഡേന്റെ അന്നാണ് അവന്റെ ബർത്ത്ഡേ. അന്ന് ഞാൻ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാണ്. അവിടെ വലിയൊരു അച്ചീവ്മെന്റ്, ഒരു പ്രൊജക്റ്റ് ഒക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് പോകുമ്പോഴാണ് ഡെലിവറി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ഇപ്പം ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ആഴ്ച മുതൽ ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ഓക്സിജൻ കുറഞ്ഞു, വെയിറ്റ് 1.5 കിലോയിലേക്ക് അതിനെക്കാട്ടും കുറഞ്ഞു. അതോടനുബന്ധിച്ച് ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു 11-ാം മാസം മുതലാണ് ചെറിയ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് ചെറിയ അപസ്മാരത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അപ്പൊ നമ്മുടെ ഓരോ നാട്ടിൻപുറത്തെ ഓരോ സാധാരണ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത് ചില ചികിത്സകൾ നോക്കും. നമ്മളായിട്ടുള്ള സോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ ചില ആൾക്കാരിലേക്കൊക്കെ പോയിട്ട് അഡ്വൈസ് കാര്യങ്ങൾ വാങ്ങും. അപ്പം ശരിക്കും ഒരു സമയത്ത് ഏതോ ഒരാള് പെട്ടെന്ന് അതിനെ കണ്ടപ്പം ഒരു ഓട്ടിസം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് സോഷ്യൽ വർക്ക് മേഖലയിൽ ഉണ്ടെങ്കിലും ഒരു ഇത്തരം ഡിസബിലിറ്റിയെ കുറിച്ചുള്ള കണ്ടീഷനെ കുറിച്ച് കേൾക്കുന്നതും പിന്നെ നമ്മളൊരു കുട്ടിക്ക് അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെന്നുള്ളത് കേൾക്കുന്നത് വളരെ ഷോക്കിംഗ് ആയിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ അത് ഒന്നുമില്ല, ഒരു മെഡിക്കൽ വിഷയങ്ങളാണ്, സൊല്യൂഷൻ ഉണ്ടെന്ന രീതിയിൽ മാറി. കോഴിക്കോട് ഒരു ഡോക്ടറെ കാണിച്ച അപസ്മാരത്തിന് വേണ്ടി കാണിച്ചപ്പം അവരാണ് ശരിക്കും സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ ജ്യേഷ്ഠനാണ് എന്ന MRI റിപ്പോർട്ട് ആയിട്ട് ആ ഡോക്ടറെ അടുത്ത് പോകുന്നത്. അപ്പോ ഡോക്ടർ, സാറേ ഇത് എപ്പോഴാണ് മാറുക, അല്ലെങ്കിൽ മാറൂല എന്ന് ചോദിച്ചു. അപ്പൊ ആ ഡോക്ടർ ഒരു ഞെട്ടിച്ചുകൊണ്ടുള്ള ഇത് മാറാനൊന്നും പോകുന്നില്ല എന്നുള്ള രീതിയിലുള്ളൊരു ആ ഒരു ക്വസ്റ്റ്യനെ തന്നെ തള്ളുന്ന രീതിയിൽ ഒരു ആശങ്കയോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് കുറെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് മംഗലാപുരം, പിന്നെ കൽപ്പറ്റ ഏർലി ഇന്റർവെൻഷൻ സെന്റർ എടുത്ത് താമസിച്ച് മാറി. മൈസൂർ ഓൾ ഇന്ത്യ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവിടെ കുറെ തെറാപ്പിയായിട്ട് മാറി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു 2-3 വർഷം എന്ന് പറയുന്നത് കുറെ ഹോസ്പിറ്റലുകളിലും പ്രത്യേകിച്ച് തെറാപ്പി ലോകത്തുള്ള ജീവിതം തന്നെയായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ജോലിയിൽ നിന്ന് മാറിയിട്ട് മകനിലേക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുകയും ഇതിലേക്ക് മാറിയത്. അപ്പൊ അത് 2015-ലായിരിക്കും അല്ലെ ഏകദേശം, അല്ലെ? 2016-ലാണ് അവൻ ജനിക്കുന്നത്.
എനിക്ക് അതിന് അടുത്തൊരു ഭാഗത്തോട് ചോദിക്കാനുള്ളത്, അതായത് ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ നിങ്ങൾ പറഞ്ഞൊരു 11ാമത്തെ മാസം കഴിഞ്ഞിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഏർലി ആയിട്ട് ഇപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു കുട്ടി ജനിക്കുമ്പോൾ നമ്മൾ ഓഡിയോളജി അല്ലെങ്കിൽ ഇങ്ങനത്തെ ടെസ്റ്റ്, കണ്ണിൻ്റെ ഒക്കെ ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള സ്കാൻസിലോ അല്ലെങ്കിൽ ജനിക്കുന്ന സമയത്തോ കണ്ടെത്താനുള്ള സാധ്യതകൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ അത് നമ്മൾ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടാണോ, എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറയാനുള്ളത്? അന്ന് അത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ഈയിടെ ആയിട്ടാണ് കുറച്ചും കൂടി വരുന്നതും ആൾക്കാർ സ്ഥിരമായിട്ട് അത്തരം സാധനങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വേറെ വശം എന്നുള്ളത് ഭിന്നശേഷി അല്ലെങ്കിൽ ഇത്തരം കണ്ടീഷനായിട്ട് നമ്മളെ കുടുംബങ്ങളിലും സമൂഹത്തിലുള്ളൊരു സ്റ്റിഗ്മ ഉണ്ട്. പിന്നെ ആർക്കും ഒരു ഭിന്നശേഷി അവസ്ഥ ഉണ്ടാവണമെന്ന് ആഗ്രഹമില്ല. ഇപ്പോ റയാനെ പറഞ്ഞൊക്കെയാണ്, ഒരു 4 മാസം വരെ അവന്റെ മൈൽ സ്റ്റോൺ ഒക്കെ നന്നായിരുന്നു. പിന്നെ കുറച്ചൊരു ഫീവർ വന്ന് ഡൗൺ ആയി. ആ സമയത്തും അവന്റെ ചില മൈൽ സ്റ്റോൺ ഡൗൺ ആണ്. അപ്പം ഞാൻ എന്റെ ചെറുപ്പത്തിൽ എനിക്ക് സ്പീച്ച് വന്നത് കുറച്ച് ഡിലേ ആയിട്ടാണ്. അപ്പം എന്റെ പാരന്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരും ഞാനാണെങ്കിലും ഇവന്റെ സ്പീച്ച് ഡിലേ, ഓക്കെ എനിക്ക് അങ്ങനെയാണ് സംഭവിച്ചത്, ഇവർക്ക് അങ്ങനെ ആയിരിക്കാം. നമ്മൾ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഇതിന് മാറും, പേടിക്കേണ്ടതായിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഇന്റൻസീവ് തെറാപ്പി കൊടുക്കേണ്ടതല്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിക്കുക. ആ രീതിയിൽ നമ്മൾ ഗൗരവമായിട്ട് ഇടപെടാതിരിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ തന്നെ നമ്മൾക്ക് ഡിസബിലിറ്റി എഡ്യൂക്കേഷൻ നമ്മുടെ സ്കൂളുകളിൽ നിന്നാണെങ്കിലും നമ്മുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും മറ്റു സംവിധാനങ്ങളിൽ നിന്നാണെങ്കിലും കിട്ടുന്നുമില്ല. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ പഠിക്കാനും, നമ്മളെ പഠിക്കുന്നതിനേക്കാൾ ഉപരി റയാന്റെ കണ്ടീഷൻ ഡിസേബിലിറ്റി ആണ്, സെറിബ്രൽ പാൾസി ആണ്, ഇതൊരു മെഡിക്കലി ഉള്ള ഇന്റർവെൻഷനേക്കാൾ ഉപരി കുറെ സോഷ്യലി ഉള്ള സപ്പോർട്ടാണ് ആവശ്യം എന്നുള്ള ആ റിയലൈസേഷൻ എടുക്കേണ്ട ടൈമുണ്ട്. ഇത് എപ്പോഴും പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് തന്നെ പറയാറുണ്ട്. ഏകദേശം കോക്ലിയർ ഇംപ്ലാന്റേഷനെ കുറിച്ച് പലപ്പോഴും പറയാറുള്ളത്, കഴിയുന്നത് 5-6 വയസ്സിലെങ്കിലും അല്ലെങ്കിൽ 10 വയസ്സിന് മുമ്പെങ്കിലും ഹിയറിംഗ് ഇമ്പയർഡ് ആണെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്യാറുള്ളതാണ്. എന്റെ തന്നെ ഒരു സുഹൃത്ത് 19-20 വയസ്സായിട്ട് അയാളെ മകളെ കല്യാണം കഴിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന സമയത്താണ് കോക്ലിയർ ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള വീട് വിറ്റിട്ടാണെങ്കിലും അതിനുമായിട്ടുള്ള സ്റ്റെപ്പ് എടുക്കുന്നത്. പക്ഷെ ആ സമയത്തേക്ക് ആ കുട്ടിക്ക് വേണ്ട ഇന്റർവെൻഷനുള്ള അപ്രോപ്രിയറ്റ് സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ആസ് എ ഒരു ജനറൽ പബ്ലിക് എന്നുള്ള രീതിയിലും ഒരു പാരന്റ് എന്നുള്ള രീതിയിലും നമ്മൾക്ക് കിട്ടിയ ഡിസബിലിറ്റി എഡ്യൂക്കേഷൻ കുറവാണ്. അതോടൊപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റീരിയോ ടൈപ്പുകളുണ്ട്. പിന്നെ നമ്മുടെ തദ്ദേശീയമായിട്ട് തന്നെ പല റിസോഴ്സുകളും അവൈലബിൾ അല്ല. നമ്മൾ തന്നെ പല കാര്യങ്ങളും സ്കാറ്റേർഡ് ആയിട്ടുള്ള സംവിധാനങ്ങളിലാണ്. PHCയിലൊക്കെ ആണെങ്കിലും ഒക്യുപേഷണൽ തെറാപ്പി അത്തരം സംവിധാനങ്ങളൊക്കെ വളരെ പരിമിതമാണ്. അപ്പോൾ പിന്നെ 2-3 വയസ്സിലൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ളൊരു കുട്ടിക്കുള്ള സർവൈവലിനെ കുറിച്ച്, അല്ലേ, അതിനെക്കുറിച്ച് നിങ്ങളൊരു ഒരു ഒരു അനുഭവം എന്താണ് ശരിക്കും, ഒരു കേരളത്തിന്റെ പെർസ്പെക്റ്റീവ് ചിന്തിക്കും? കേരളത്തിലെ ഇതോടെ ചേർത്ത് പറയണ്ടേ, ഇപ്പം ഇന്ന് ഭിന്നശേഷി ദിനാചരണം ആചരിക്കുമ്പോഴും നമ്മുടെ സർക്കിളുകളിലൊക്കെ പല ആൾക്കാരും ആശങ്കയോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഏകദേശം 30-ലധികം ഭിന്നശേഷിക്കാര് ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ സ്വന്തം പ്രിയപ്പെട്ടവരാരും മാതാപിതാക്കളാൽ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കളാൽ കൊല്ലപ്പെടുന്ന കുട്ടികൾ, മാതാപിതാക്കളെ കൊല്ലപ്പെടുന്നുണ്ട്. സ്വന്തം അച്ഛനോ അമ്മയോ അല്ലോപ്പയോ ഉമ്മയോ ആ കുട്ടിയെ കൊന്നതിന് ശേഷം അവര് തന്നെ ആത്മഹത്യ. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ പോലും അങ്ങനത്തെ ഒരു ഇൻസിഡന്റ്. അത് പല മറ്റു ഫാക്ടേഴ്സ് ഉണ്ടാവാം. അത് ഒന്ന് സാമ്പത്തികമായിട്ടുള്ള കൺസേൺസിനേക്കാൾ ഉപരി ഭിന്നശേഷിയെ കുറിച്ചുള്ള ആശങ്കകളാണ്. അതോടൊപ്പം തന്നെ തന്റെ മരണശേഷം ഇവർക്ക് ആര് എന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും ഹോൾഡ് ചെയ്യുന്ന ഒരു വിഷയമാണ് പാരന്റ്സിന്. പ്രത്യേകിച്ച് ബുദ്ധിപരമായിട്ട് വെല്ലുവിളി നേരിടുന്നത് നമ്മുടെ ഒരു ഡെവലപ്പിംഗ് കൺട്രി എന്നുള്ള രീതിയിൽ ഭിന്നശേഷി സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഇത്തരം കുട്ടികൾക്ക് നിയമപരമായിട്ട് സർക്കാർ സംവിധാനങ്ങൾ പരീക്ഷ കൊടുക്കുന്നവരും ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഇവിടേക്ക് ഒരു അനുഭവം എന്ന് പറയുന്നത്, ഒരു ഡിസേബിലിറ്റി ഉള്ള കുട്ടി ഉണ്ടെങ്കിൽ അവരുടെ കെയർ ഗിവർ എന്ന് പറയുന്നത് രക്ഷിതാവ് ഉണ്ടെങ്കിൽ തന്നെയും ആ രക്ഷിതാവിന് എപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് ഈ കുട്ടിയെ നോക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിൽ ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഗവൺമെന്റ് ആണ് ശരിക്കും ചൈൽഡ് ഇൻ മിനിസ്റ്റേഴ്സ് കെയർ എന്നൊക്കെയാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഗവൺമെന്റ് ആണ് ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ആ പ്രൊട്ടക്ഷൻ സാമ്പത്തികമായിട്ട് കൊടുക്കുന്നതിനേക്കാൾ ഉപരി അതൊരു വലിയൊരു കോൺഫിഡൻസ് ആണ്. അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് വളർന്നു പോകാൻ, പ്രത്യേകിച്ച് സ്കൂളിംഗ് എന്നുള്ളത് കുട്ടികളുടെ ലൈഫിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്രിട്ടിക്കലായിട്ട് ഒരു സ്റ്റേജ് ആണ്. ആ ഒരു സമയത്ത് രക്ഷിതാക്കൾ ഇത്തരം കുട്ടികളായിട്ട്, പ്രത്യേകിച്ച് ഓട്ടിസം, ഇന്റലക്ച്വൽ ഡിസേബിലിറ്റി, സെറിബ്രൽ പാൾസിയുള്ള കുട്ടികളുമായിട്ട് രക്ഷിതാക്കൾ നന്നായിട്ട് എക്സോസ്റ്റഡ് ആവും. അവർക്ക് ഒരു പേഴ്സണൽ ആയിട്ട് ലൈഫ് ഉണ്ടാവില്ല.
പല ആൾക്കാരും ഇനി സ്കൂളുകളിൽ പോകുന്ന കുട്ടികളിൽ ആണെങ്കിൽ പോലും പല അനുഭവങ്ങളും ഞാൻ കേട്ടില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഐദർ ഓഫ് ദ പാരന്റ് ഏതെങ്കിലും ഒരു രക്ഷിതാവ് ആ സ്കൂളിന് പുറത്തിരിക്കേണ്ടി വരുന്ന, അപ്പൊ കുട്ടിയോടൊപ്പം തന്നെ ആ ഒരു രക്ഷിതാവും കൂടി SLC +2 ഒക്കെ പാസ്സാവുകയാണ് ചെയ്തത്. അപ്പം ആ സ്കൂളിങ്ങിനുള്ള അവസരങ്ങൾ പൊതുവെ നമ്മുടെ നാട്ടിൽ കുറവാണ്. അത് വലിയ രീതിയിൽ രക്ഷിതാക്കളെയും ഈ ഇത്തരത്തിലുള്ള കുടുംബങ്ങളെയും ഒരു അരക്ഷിതാവസ്ഥയിലാക്കും. അതോടനുബന്ധിച്ച് ജോലിയിലേക്ക് പോകുമ്പോഴും ഇനി അവർക്ക് പല ആൾക്കാർക്കും ജോലിയിലേക്കോ സ്കൂളിങ്ങിലേക്കോ പോവാത്ത ആൾക്കാരുണ്ടാവും, കംപ്ലീറ്റ് ആയിട്ട് ബെഡിനൊക്കെ ആയിട്ടുള്ള. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള രീതിയിലോ ഫാമിലിക്ക് ഒരു റിലാക്സിങ് കൊടുക്കാനുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ പൊതുവെ കുറവാണ്. അപ്പോൾ നിങ്ങളൊരു 2-3 വയസ്സുള്ള സമയത്ത് മുതൽ ഒരുപാട് തെറാപ്പികൾ കാര്യങ്ങളൊക്കെ നൽകുന്നു. പിന്നെ സ്വാഭാവികമായിട്ടൊരു 4-5 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ സ്കൂളിൽ വിടണോ വേണ്ടേ എന്നുള്ള ഒരു ചിന്ത സ്വാഭാവികമായിട്ടുണ്ടാവും. സ്കൂളിനെ കുറിച്ച് നമ്മൾ ബ്രീഫായിട്ട് പറഞ്ഞു അല്ലേ? അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലോട്ട് നമുക്ക് ഒന്ന് വരാം. ഇത്തരം കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതിലപ്പുറം അവരെ ഒരു നെക്സ്റ്റ് വേൾഡിന് അല്ലെങ്കിൽ അവരൊരു ഫ്യൂച്ചറിൽ പ്രാപ്തരാക്കുക, റൈറ്റ്, അവരെ പ്രാപ്തരാക്കുക എന്നുള്ള കാര്യമുണ്ട് അല്ലേ? അപ്പോൾ സ്കൂളിങ്ങിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയപ്പോൾ നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ്? സ്കൂളിൽ വിടാമെന്നുള്ളതായിരുന്നോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു സിറ്റുവേഷൻസ് എന്തെല്ലാമായിരുന്നു? ഇപ്പം ഈ ഒരു അവന്റെ സ്കൂളിംഗ് ഏജിന് മുമ്പ് തന്നെ അതിന്റെ ഒരു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് തെറാപ്പി സെന്ററുകളായിരുന്നു. ഇപ്പം പ്രത്യേകിച്ച് എൻ്റെ വൈഫ് റയാനുമായിട്ട് പോകും. സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷൻ തെറാപ്പി, ഫിസിയോതെറാപ്പി 2-3 മണിക്കൂർ സെഷൻ കഴിയുന്നു, വീട്ടിൽ തിരിച്ചു വരുന്നു. പിന്നെ പേരിന് വേണ്ടിയിട്ട് എൻ്റെ നാട്ടിലെ സ്കൂളിൽ അവനെ രജിസ്റ്റർ ചെയ്തു. അപ്പൊ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആസ് എ പാരന്റ് നമ്മൾ കുട്ടിയെ സ്കൂളിലേക്ക് വിടാനുള്ള കോൺഫിഡൻസ് ഇല്ല. അത് ഇൻഫ്രാസ്ട്രക്ചർ ഏത് വയസ്സിലാണ്? അവന് 6-ാം വയസ്സിൽ തന്നെ നമ്മൾ സ്കൂളിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. 5-6 വയസ്സിൽ തന്നെ സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളിലാണോ നമ്മൾ ചേർത്തത് അതോ? അതെ അതെ. പക്ഷെ 1-ാം ക്ലാസ് മുതൽ 2-ാം ക്ലാസ് വരെയുള്ള അവന് ഒരു ദിവസം പോലും സ്കൂളിൽ പോയിട്ടില്ല. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ്, സ്കൂളിൽ തന്നെ പോയിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. അതിൽ ഞങ്ങളും സന്തോഷിച്ചിരുന്നു, സ്കൂളുകാർ സന്തോഷിച്ചിരുന്നു. കാരണം സ്കൂളിൽ ഇൻഫ്രാസ്ട്രക്ചറുകളും ഇല്ല, അതോടനുബന്ധിച്ച് അവന്റെ ബിഹേവിയറും മറ്റു കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനമില്ല. അപ്പൊ നമുക്ക് ആശയം കിട്ടാത്തതുകൊണ്ട് അവര് സ്കൂളിൽ ഇയർ തുടങ്ങുമ്പോൾ 2-3 തവണ യൂണിഫോം, ബുക്സ് കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. സ്കൂളിൽ ചേർത്തത് കൊണ്ട് ചെറിയൊരു സ്കോളർഷിപ്പ് 2 വർഷങ്ങളിലായിട്ട് കിട്ടി. സെയിം സമയത്ത് ആരെ പഠിപ്പിക്കുന്ന? വൈഫും നിങ്ങളൊക്കെ ഇരുന്നാ പഠിപ്പിച്ചിരുന്നത്? പഠിപ്പിച്ചിരുന്ന അവന്റെ ഒരു എഡ്യൂക്കേഷൻ പാർട്ടിലേക്ക് നമ്മൾ പോയിട്ടില്ല. കൂടുതലായിട്ട് ഇപ്പം നെക്ക് കൺട്രോള് അവന് വന്നത് ആ ഒരു സ്റ്റേജിലാണ്. പിന്നെ സീജർ, അപസ്മാരം ഒരു ക്രിട്ടിക്കൽ ആയിട്ടൊരു സാധനമായിട്ടുള്ള സമയത്ത് കുറെ സർജറികൾ ചെയ്തു. വാക്കിംഗ് ഇപ്പോഴും ആയിട്ടില്ല, പക്ഷെ ഒരു പിടിച്ചു നിൽക്കാനും ഇരിക്കാനും ഉള്ളൊരു കപ്പാസിറ്റി ഉണ്ടാക്കിയത്. പിന്നെ സ്പീച്ച് നമ്മൾ കുറെ ഇന്റൻസീവ് ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തെറാപ്പിയിലേക്കായിരുന്നു ഫോക്കസ്. ആ സ്കൂൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് തന്നെ ഞാൻ സ്പെഷ്യൽ സ്കൂളിലും അവനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ മലപ്പുറത്തായതുകൊണ്ട്. പക്ഷെ ആ 2 സ്ഥാപനങ്ങളിലും അവൻ പോയിട്ടില്ല. 2 മൂന്നാമത്തെ ഒരു തെറാപ്പി സെന്ററുകളിലേക്കാണ് കൂടുതലായിട്ട് പോയത്. ആ സമയത്ത് മെഡിക്കൽ ആയിട്ടുള്ള കുറെ കോംപ്ലക്സിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവന് ഒരു ACTH പറഞ്ഞു ഒരു 70 ഇഞ്ചക്ഷന് ഒരു 3 ആഴ്ചക്കുള്ളിലായിട്ട് ബാക്ക് ടു ബാക്ക് ആയിട്ട് 70 ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ അപസ്മാരത്തിന് വേണ്ടിയിട്ടുള്ള 2018 തോന്നുന്നു ഒരു അപസ്മാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മേജർ ആയിട്ടുള്ളൊരു VNS, അന്ന് ഇന്ത്യയിൽ തന്നെ ഒരു 100-ൽ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ആ ഒരു സർജറി ചെയ്തിട്ടുള്ളൂ. VNS പറഞ്ഞൊരു ഇംപ്ലാന്റ് ചെയ്തു. അപ്പൊ ആസ് എ പാരന്റും നമ്മൾ കുറെ കാര്യങ്ങളിലേക്ക് ഓടി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. കേട്ട കുറെ വഴികളിലേക്ക് ഓടി. പക്ഷെ ഇപ്പം ഒരു 9-10 വർഷത്തിന് ശേഷം നമ്മൾ ആലോചിക്കുന്ന സമയത്ത് പോയ വഴികളെല്ലാം അല്ല, നമ്മൾ ഗൈഡ് ചെയ്ത ആൾക്കാരെല്ലാം നമ്മൾ അപ്രോപ്രിയേറ്റ് വഴികളിൽ തന്നെയാണ്, റൈറ്റ് ആയിട്ട് ഡയറക്ഷനിലായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇൻക്ലൂസീവ് സ്കൂളിങ്ങിന്റെ പാർട്ടായിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവന് പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു ഒരു ലോങ് ടേം ആയിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന തെറാപ്പി അപ്രോച്ചിന്റെ കൂടെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ലിവ്ഡ് എക്സ്പീരിയൻസ് ഉണ്ട്. പ്രത്യേകിച്ച് കാനഡയിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് എനിക്കത് പറയാൻ പറ്റും. ഇപ്പം പേഴ്സണൽ ആയിട്ടാണെങ്കിലും മറ്റ്, കാരണം നമുക്ക് ആ ഫീലിംഗ് ഉണ്ട്. ഇപ്പൊ റയാൻ സ്കൂളിൽ പോകുമ്പോൾ, റയാന്റെ ക്ലാസ്സിലെ മീറ്റിംഗിൽ നമ്മൾ പോകുമ്പോൾ റയാന് തന്നെ നോൺ വെർബൽ ആണെങ്കിലും ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആണെങ്കിലും അവന് തന്നെ ആ സ്പേസിന്റെ പാർട്ടാന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് അത് അവൻ ഷെയർ ചെയ്യുന്നുണ്ട്, വെർബൽ ഇന്റൻഷ്യലോ അൺഇന്റൻഷ്യലോ.
നമ്മൾ അവന് സ്കൂളിലെ മീറ്റിങ്ങിൽ കൊണ്ടുപോകുമ്പോൾ അവന് ഇഷ്ടപ്പെട്ട ഇടങ്ങൾ ഉണ്ടാവും, ഇഷ്ടപ്പെടാത്ത ഇടങ്ങൾ ഉണ്ടാവും, ഇഷ്ടപ്പെട്ട ഫേസുകൾ ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ മെഡിക്കൽ അപ്പോയിന്റ്മെന്റിന് കഴിഞ്ഞ് ചിലപ്പോൾ ലേറ്റ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ റയാൻ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കുട്ടി അടുത്തുകൂടി വിളിച്ചുകൊണ്ട് അവനും തോണ്ടി പോകുന്നുണ്ടാവും. അവന് ഹാപ്പിയാണ്. പിന്നെ അവന് ടോയ്ലറ്റ് പോവാൻ ട്രെയിനിങ് കിട്ടിയത് സ്കൂളിൽ വെച്ചിട്ടാണ്. അപ്പൊ അവന്റെ ഫങ്ഷണൽ ഏരിയയിൽ തന്നെ ഇപ്പം നമ്മൾ വേറെ തെറാപ്പി സെന്ററിൽ പോയിട്ട് ഈ 3 തെറാപ്പി കൊടുക്കുന്നതിന് പകരം അവന് വാക്കിംഗ് എല്ലാ ആഴ്ചയും, നമ്മുടെ നാട്ടിലായിരുന്ന സമയത്ത് തെറാപ്പി എല്ലാ ആഴ്ചയിൽ 5 ദിവസവും ഫിസിയോതെറാപ്പി ചെയ്ത കാലുണ്ട്. ഉം. മാറിയിട്ട് ഇപ്പൊ അവന് ഫിസിയോതെറാപ്പിസ്റ്റ് കൊടുത്ത ഇൻസ്ട്രക്ഷൻ പ്രകാരം അവൻ എല്ലാ ദിവസവും ടോയ്ലറ്റിലേക്ക് 100 സ്റ്റെപ്പ് വെക്കും, ടോയ്ലറ്റ് തിരിച്ചു വരുമ്പോൾ 100 സ്റ്റെപ്പ് വെക്കും. അപ്പൊ അതൊരു ക്ലിയർ ആയിട്ടുള്ള മൈൽ സ്റ്റോൺ ആണ്. അവന് ഫങ്ഷണൽ ആയിട്ട് അവൻ ഇടപെടുന്ന ക്ലാസ്സിന്റെ സ്കൂൾ സെറ്റിംഗ്സിൽ അവനാ തെറാപ്പി ചെയ്യുന്നത്. അത് വിത്തൗട്ട് സൂപ്പർവിഷൻ അല്ല, ഫിസിയോതെറാപ്പിസ്റ്റ് കൊടുത്ത പ്രോട്ടോകോൾ പ്രകാരം അവൻ ചെയ്യുന്നത്. അവന് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് വാട്ടർ വേണോ വേണ്ടേ, അല്ലെങ്കിൽ പീഡിയാഷ്യൂർ ലിക്വിഡ് വേണോ വേണ്ടേ എന്നുള്ളത് അവന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതാണ് ആ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കേരള ടു മെത്തേഡ് എന്ന് പറയുന്നത്. അതെ, കേരള ടു കാനഡ വരുമ്പോൾ, അതായത് നമ്മുടെ നാട്ടിലപ്പോൾ സ്പെഷ്യൽ സ്കൂൾസ് എന്ന് പറഞ്ഞിട്ട് ഇത്തരം കുട്ടികൾക്കായിട്ട് പല ഭിന്നശേഷി വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്കായിട്ട് ചില സ്പെഷ്യൽ സ്കൂളുകളുണ്ട്. നമ്മുടെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇനി പ്രൈവറ്റ് ഓർ പബ്ലിക് സ്കൂളുകളാവട്ടെ, ഇത്തരം കുട്ടികൾക്കുള്ള ഒരു സപ്പോർട്ട് അവിടെ ആക്ച്വലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളൊരു കൺസെപ്റ്റിൽ സ്പെഷ്യൽ സ്കൂൾസ് ആണോ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ലത്? അതല്ല, കാരണം എന്താ പറയുക, ഒരു ഡിസബിലിറ്റി സപ്പോർട്ട് പ്രോഗ്രാം സ്പെഷ്യലിസ്റ്റ് കൂടിയാണ്, ആ ഏരിയയിൽ റിസർച്ച് ചെയ്തിട്ടുള്ള, ആ ഏരിയയിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള, ഒരു സ്വന്തം മകൻ്റെ അനുഭവം എന്നുള്ളതിലപ്പുറം ഒരു സോഷ്യൽ വർക്കായിട്ട് ഈ ഒരു ഏരിയയെ ഏറ്റെടുത്തുള്ള ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഒരു പോളിസീസ് അവിടെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആസ് എ ഐഡിയൽ മോഡൽ എന്നുള്ള രീതിയിൽ സെഗ്രിഗേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ഒരിക്കലും നമ്മൾ അഡോപ്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു അപ്രോച്ച് കാരനാണ് ഞാൻ. ആസ് എ വാല്യൂ എനി കൈൻഡ് ഓഫ് സെഗ്രിഗേഷൻ അതൊരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആണെന്നുള്ള രീതിയിൽ തന്നെ അതായത് ഇങ്ങനെ ഭിന്നശേഷികളായുള്ള കുട്ടികൾ ഒരു സ്കൂളിൽ പോവുക, സെപ്പറേറ്റ് ആയിട്ടുള്ള മറ്റു സ്കൂളുകൾ കുട്ടികളൊക്കെ വേണ്ട. വേറൊരു സ്കൂളിൽ പോവുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. ഒരിക്കലും അതൊരു സെഗ്രിഗേഷൻ ആണ്. പക്ഷെ പ്രാക്ടിക്കൽ ലെവലിലേക്ക് വരുമ്പോൾ സെർട്ടൻ ലെവലിൽ അല്ലെങ്കിൽ ഒരു സിവിയർ ആയിട്ടുള്ള ഡിസബിലിറ്റി വേണ്ട അല്ലെ പ്രൊഫോണ്ട് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് അവർ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചില സംവിധാനങ്ങൾ വേണ്ടി വരും. അത് നിലവിൽ നമ്മുടെ നാട്ടിലുള്ളത് പോലെ കംപ്ലീറ്റ് ആയിട്ട് വേറെ ക്യാമ്പസിൽ ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്പേസിനേക്കാൾ ഉപരി സാധാ സ്കൂളുകളിൽ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ലേണിംഗ് സെന്ററുകളോ അത്തരം സംവിധാനങ്ങൾ, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ആ ഒരു ഡയറക്ഷനിലേക്ക് പോളിസിയും കേന്ദ്ര ഗവൺമെന്റ് സർക്കാരുകൾ ആ ലെവലിൽ ആലോചിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇത് ഇൻക്ലൂഷൻ എന്നുള്ള ഡിഫറെന്റ് ലെവൽ ഓഫ് ഇൻക്ലൂഷൻ ആവാം. അത് ഫിസിക്കൽ ഇൻക്ലൂഷൻ ആവാം, ഈവൻ പ്രോഗ്രാം ബേസ്ഡ് ആയിട്ട് ഒരു ക്ലാസ്സിൽ തന്നെ കൊടുക്കുന്നതാവാം. അപ്പം അതിലേക്കുള്ള ഒരു റൂട്ട് എന്തായാലും വേണം. നിലവിലുള്ള ആ ഒരു സ്പെഷ്യൽ സ്കൂൾ മെക്കാനിസം അത് നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരു കാലം എത്തിയിട്ടുണ്ട്. കാരണം ആ സ്പെഷ്യൽ സ്കൂൾ മെക്കാനിസം ആണ് നല്ലത് എന്ന് നമ്മൾ അംഗീകരിക്കുന്ന കാലത്തോളം സർക്കാർ ആണെങ്കിലും സമൂഹമാണെങ്കിലും നമ്മുടെ ഞാനടക്കമുള്ള രക്ഷിതാക്കളൊക്കെ അടക്കം നമ്മൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. അതിന്റെ അപ്പുറത്തേക്ക് മാറാൻ പോളിസി ലെവലിലുള്ള ഇന്റർവെൻഷനുകൾ ഉണ്ടാവുകയില്ല. നമ്മുടെ രക്ഷിതാക്കൾ അടക്കം അതാണ് ബെസ്റ്റ് മോഡൽ എന്ന് മാറും. അപ്പം ഇൻക്ലൂസീവ് ആയിട്ടുള്ള സെറ്റിംഗ്സിൽ എക്സ്ട്രാ സപ്പോർട്ടോട് കൂടിയിട്ട് അവർക്ക് വേണ്ട ഇപ്പം സിലബസ് ആണെങ്കിലും അവർക്ക് വേണ്ട ലേണിംഗ് ഔട്ട്കം അത്തരം വിഷയങ്ങളൊക്കെ ആണെങ്കിലും കസ്റ്റം ചെയ്തുകൊണ്ടുള്ള പ്ലാനിങ്ങുകൾ, ഇടപെടലുകൾ, മോഡലുകൾ വരണമെന്ന് ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിൽ അത്തരം ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിലേക്കുള്ള വഴികളാണ് നമ്മളുണ്ട്. പിന്നെ നിങ്ങൾ കാനഡയിലോട്ട് മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷനിലെത്തുന്നത് എപ്പോഴാണ്, എന്താ അതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്താണ്? ശരിക്കും മോട്ടിവേഷൻ വന്ന് ശരിക്കും നമ്മൾ തന്നെ ഒരു സുഹൃത്ത്, ഇപ്പം മകനെ കുറിച്ചുള്ള പല കാര്യങ്ങളും പലപ്പോഴും ഡിസബിലിറ്റിയെ കുറിച്ച് നമ്മളെ പേഴ്സണലാണെങ്കിലും ഇപ്പോൾ സമൂഹത്തിലാണെങ്കിലും ഡിസബിലിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ പല ആൾക്കാർക്കും മടിയാണ്. ചിലപ്പോൾ സ്വന്തം വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് പോലും നമ്മളൊരു മകനോ മകളോ ഡിസേബിൾഡ് ആണെന്നുള്ള പല ആൾക്കാർക്ക് പല അറിയില്ല. അപ്പൊ ആ ഒരു സ്റ്റിഗ്മ ഞാൻ പേഴ്സണലി ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയതിന്റെ ഒരു റിസൾട്ടാണ് ശരിക്കും എനിക്ക് കാനഡയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ തന്നെ സുഹൃത്തായിട്ട് ഡിഗ്രി
അല്ലെങ്കിൽ ഒരു 10 വർഷം ഞാൻ +2 വരെ പഠിച്ചൊരു സ്ഥാപനത്തിന് അതിന്റെ കാര്യദർശിയായിട്ടുള്ള ഒരാള് എനിക്ക് വേറെ ആളെ റെഫർ ചെയ്ത അമേരിക്കയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഒരു രക്ഷിതാവ്, അല്ലെങ്കിൽ 4 കുട്ടികളിൽ മൂന്ന് കുട്ടികളും ഹിയറിംഗ് ഇമ്പയർഡ് ആണ്. അതിൽ ഒരു കുട്ടിക്ക് ഒബാമയിൽ നിന്നുള്ള അവാർഡൊക്കെ കിട്ടി. അപ്പൊ ആ ഒരു പാരന്റ്സിനെ എനിക്ക് കണക്ട് ചെയ്ത് തന്നപ്പം ആ പാരന്റ് ആണ് പ്രൊവോക്കിംഗ് ആയിട്ട് പല കാര്യങ്ങളും ചോദിച്ചത്. അതിനകത്ത് എന്താണ് അടുത്തൊരു 10 വർഷം 20 വർഷം കൊണ്ട് നാട്ടിൽ നടക്കുന്ന ഡെവലപ്മെന്റ് അത്തരം ആ ഒരു പേസ് വളരെ സ്ലോ ആണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കുട്ടികളെക്കാട്ടിയും സിവിയറായിട്ട് ഡിസേബിലിറ്റിയും മെഡിക്കൽ കോംപ്ലക്സിലുള്ള കുട്ടികളെ അറിയാൻ. അപ്പൊ അതിനകത്ത് എങ്ങനെങ്കിലും പുറത്ത് ചാടണം എന്നുള്ളൊരു പ്രൊവോക്കിംഗ് ആയിട്ട്, നീ എന്ത് നാട്ടിൽ കാട്ടിക്കൂട്ടിയായിട്ടും കാര്യമില്ല, നിന്റെ മകന് ലെഗ് കൺട്രോളും അല്ലെങ്കിൽ അവന് ഇൻക്ലൂസീവായിട്ട് സെറ്റിങ്സും ഇല്ലാതെ നീ ജീവിച്ചിടുന്ന കാര്യം എന്നുണ്ട്. അവിടെ ആ സമയത്ത് ചെറിയ ചെറിയ സംഘടനകളും സ്ഥാപനങ്ങളും തെറാപ്പി സെന്ററുകളും മോഡൽ സ്കൂളൊക്കെ തുടങ്ങിയിട്ട് ഇങ്ങനെ മൈസൂരായിരുന്നു. ആ സമയത്ത് പ്രൊവോക്കിംഗ് ആയിട്ട് അവന് ചോദിച്ചു. അപ്പം ഇപ്പം വൈഫും കുട്ടിയും മാത്രം പോവാന്നുള്ള രീതിയിൽ ഇപ്പം ആ ഒരു അത് നേട്ടം അല്ലെങ്കിൽ ബെറ്റർ ഇൻക്ലൂസീവ് ലാൻഡ്സ്കേപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ ഏത് തരത്തിലുള്ള സ്റ്റെപ്പും എടുക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനും മകനും മാത്രം പോവാ, അല്ലെ വൈഫും മകനും മാത്രം പോവാ, അത്തരത്തിലുള്ള പ്ലാൻ ചെയ്തു. അമേരിക്കയിലേക്ക് ഒന്ന് ട്രൈ ചെയ്തു. പക്ഷെ അമേരിക്ക കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് കാനഡ നോക്കി. പക്ഷെ കാനഡയിലേക്ക് നോക്കുമ്പോൾ പേഴ്സണലി പല ഫാമിലി ആ ഡിസിഷനിൽ കൺസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കാനഡയിലേക്കൊക്കെ ഇത്തരം കോംപ്ലക്സ് ആയിട്ട് നീഡുമായിട്ട് മൂവ് ചെയ്യുക എന്നുള്ളത് 99% ഇമ്പോസിബിൾ ആണ് ശരിക്കും. ഒരു ഈവൻ മൈൽഡ് സ്പീച്ച് ഡിലേ ഉള്ള കുട്ടികൾക്ക് പോലും 10-15 വർഷത്തോളം കാനഡയിൽ ഈ പെർമനന്റ് റെസിഡന്റ് വിസ കിട്ടാതെ സ്റ്റക്ക് ആയി നിൽക്കുന്ന എനിക്ക് തന്നെ അനുഭവം ഉണ്ട്. പല ആൾക്കാരറിയും. പക്ഷെ അപ്പോഴും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ, കിട്ടുകയാണെങ്കിൽ റയാന്റെ ഒരു ഭാവി, അല്ലെങ്കിൽ എനിക്ക് എന്റെ കരിയർ മറ്റേതിനേക്കാൾ ഉപരി റയാൻ ഒരു വലിയൊരു ഭാവി ഉണ്ട് എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലായിരുന്നു. പിന്നെ ആ സമയത്ത് കണ്ടതിനെക്കാട്ടിയും കുറെ കാര്യങ്ങൾ ലൈഫ് എക്സ്പീരിയൻസ് കൂടി ഇവിടെ വന്നപ്പോൾ കിട്ടിയത് ആ സമയത്ത് കുറച്ചും കൂടി ഡ്രീമി വേൾഡിലായിരുന്നു കുറെ കാര്യങ്ങൾ കണ്ടത്. പക്ഷെ അതിനേക്കാൾ ഇവിടെ വന്നപ്പോൾ കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു തീരുമാനം എന്തുകൊണ്ട് നന്നായി എന്നുള്ളതാണ്. അത് എനിക്ക് തന്നെ ഒരു പേഴ്സണൽ ആയിട്ടൊരു പ്രിവിലേജ് ആയിട്ട്, കാരണം അതേ സിറ്റുവേഷനിലെ ആഗ്രഹങ്ങളുള്ള പല രക്ഷിതാക്കളും പലപ്പോഴും പല സംസാരിക്കാറുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രമുള്ളതല്ല, വേറെ മിഡിൽ ഈസ്റ്റിലാണെങ്കിലും മറ്റു രാജ്യങ്ങളിൽ നിൽക്കുന്ന പല രക്ഷിതാക്കളും അങ്ങനെ കാണാറ്. പക്ഷെ എന്തുകൊണ്ടോ ആ ഒരു ടഫ് ഡിസിഷൻ എടുത്തു. അതിന്റെ കൂടെ ഫാമിലി ഫിനാൻഷ്യലി ഉള്ള പല സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് തന്നെ പല മെഡിക്കൽ കോംപ്ലക്സിൽ ഉണ്ടായിരുന്നു. PR വിസ വരുന്നതിന്റെ മുമ്പ് 2022 ആ ഒരു നവംബർ ഒക്ടോബർ സമയത്താണ് ഇങ്ങോട്ട് പോകുക. അതിന്റെ 2 മാസം മുമ്പ് പോലും റയാന് ഓൾമോസ്റ്റ് 1 മന്ത് വെന്റിലേറ്ററിലായിരുന്നു. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഡെഡ് എൻഡ് കണ്ടാണ്. കാരണം പല രീതിയിലുള്ള ഭിന്നശേഷിയുള്ള പല പാരന്റ്സിനെയും ഫാമിലിയും നമ്മൾ പേഴ്സണലി കണക്ട് ആണ്. പക്ഷെ ഭിന്നശേഷി ആയതുകൊണ്ട് വെന്റിലേറ്ററിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്ന പല പാരന്റ്സും എന്റെ ക്ലോസ് സർക്കിൾ വളരെ കുറവായിരുന്നു. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ലോസ്റ്റ് എന്നുള്ള അതിൽ നിന്നാണെങ്കിലും അൽഹംദുലില്ലാ തിരിച്ചു വരാൻ പറ്റി. അപ്പോഴും കാനഡയിൽ പോകാൻ പറ്റുമെന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിലാണ് പെട്ടെന്ന് തന്നെ ആ ഒരു ലോങ് ജേർണി. എന്തായാലും ഇറ്റ് വാസ് കുറെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഒരു സാധാരണ ഒരു ജോലിക്ക് വേണ്ടി എക്സ്പ്ലോർ ചെയ്തതിനെക്കാട്ടിയും കാരണം കാനഡയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പേഴ്സണലി ഉള്ള കുറെ കരിയർ പ്ലാനും മറ്റു കാര്യങ്ങൾ അത്തരം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നു. പല ആൾക്കാരോടും പേഴ്സണലി തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ വന്നിട്ട് സ്നോ റിമൂവൽ ആയിരിക്കും അല്ലെങ്കിൽ ഉബർ ജോലി ആയിരിക്കും, അത്തരം ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഇന്റർവ്യൂ ചെയ്യാണ്. ഇവിടെ അതായത് കാൻവയിലോട്ട് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു നാട്ടിൽ എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്? നാട്ടില് ഞാൻ അസിംബ്രേജ് യൂണിവേഴ്സിറ്റി മാസ്റ്റേഴ്സ് കഴിഞ്ഞു. അവരെ സ്കോളർഷിപ്പോടെ കൂടിയിട്ട് 2 ഇയർ പ്രോഗ്രാം കഴിഞ്ഞു. അതിനുശേഷം വേൾഡ് ബാങ്കിന്റെ നമ്മളെ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജിന്റെ സെൻട്രൽ ഗവൺമെന്റ് ഒരു പ്രൊജക്റ്റിലായിരുന്നു. ശേഷം IAS ഒരു അംബീഷനായിട്ട് ഡിഗ്രി സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ലൈഫിൽ കുറെ കോൺഫിഡൻസ് കിട്ടിയത് ആ ഒരു അംബീഷനൊക്കെ ട്രൈ ചെയ്തുകൊണ്ടാന്ന് പറയാം. അതിനുശേഷം കുറച്ച് PSC SSC ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു, അതിൽ ജോയിൻ ചെയ്തില്ല. പിന്നെ മകനിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്തു. പക്ഷെ മകനിലൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഭിന്നശേഷി മേഖലയിൽ കുറച്ചും കൂടി തൊഴിലായിട്ട് ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നാട്ടിലെ പല സംവിധാനങ്ങളും, ഇപ്പം തണല് ഡെവലപ്മെന്റ് മാനേജർ ആയിരുന്നു. മദൻ അക്കാദമിയുടെ ഏബിൾ വേൾഡിന്റെ CEO ആയിരുന്നു.
പിന്നെ ചില സ്റ്റാർട്ടപ്പുകൾ, സ്റ്റെപ്പ് ഇന്ത്യ ഫൗണ്ടേഷൻ, റീച്ച് ഇന്ത്യ ഫൗണ്ടേഷൻ, പിന്നെ ചില ക്ലിനിക്കുകൾ, അത്തരം ചില സാധനങ്ങൾ പ്രോഫിറ്റ് നോൺ പ്രോഫിറ്റ് മേഖലയിലൊക്കെ ചില രീതിയിൽ സാധനങ്ങൾ ട്രൈ ചെയ്തു. ചിലത് വിജയിച്ചു, ചിലത് പരാജയപ്പെട്ടു, പല രീതിയിലുണ്ട്. പക്ഷെ എന്തായാലും അതൊക്കെ ഇപ്പോഴും ഒരു എക്സ്പീരിയൻസ് ആയിട്ട്, ഇപ്പൊ ഇവിടെ ആണെങ്കിലും നമ്മൾ ഏത് ഇന്റർവ്യൂവിന് പോകുമ്പോഴും ആ ശ്രമങ്ങൾ നമ്മൾ ഒരു എക്സ്പീരിയൻസ് ആയിട്ട്, ഒരു ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ടുള്ള ഒരു ഒരു പോസ്റ്റ് ഒരു പേഴ്സണൽ ആയിട്ട് ഒരു അച്ചീവ് സ്ട്രെങ്ത് ആയിട്ട് തോന്നിയിട്ടുണ്ട്. മനസ്സിലായി. അപ്പോൾ ബേസിക്കലി നിങ്ങൾ എന്തൊക്കെയായാലും ഇവിടെ നല്ലൊരു ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും വേൾഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് SSC, പിന്നെ ഈ ഏബിൾ വേൾഡ് തുടങ്ങിയ ഒരുപാട് സംവിധാനങ്ങൾ, തണൽ, ഒരുപാട് സംവിധാനങ്ങളുള്ള താങ്കളുടെ കരിയറിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് കാനഡയിലോട്ട് പോകുന്നത് അല്ലേ? കാനഡയിൽ പോകുമ്പോൾ അവിടെ ഒരു ജോലി ഉണ്ടായിരുന്നോ, അതല്ല അവിടെ ചെന്നിട്ട് നോക്കാന്നുള്ളതായിരുന്നു ആറ്റിറ്റ്യൂഡ്? അതായത് ഒറ്റക്കൊല്ല പോകുന്നത്, ഫാമിലി ആയിട്ടാണ് പോകുന്നത്, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളൊരു മോനുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു അങ്ങോട്ട് പോകുന്നത്? എന്തായിരുന്നു അപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ? കാനഡയിൽ വന്നപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജോലി അത്തരം സാധനങ്ങളിൽ ഓരോ പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഓൺലി റയാൻ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് മാത്രമാണ്. അവരിലൂടെ നമ്മൾ, കാരണം ഇപ്പോഴാണെങ്കിലും ഇപ്പം ഞാനിവിടെ ഒരു ഡയറക്റ്റ് ആയിട്ട് ഡെപ്യൂട്ടി മിനിസ്റ്ററിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സെക്കൻഡ് ഹൈറാർക്കിയുള്ള പൊസിഷനിലാണുള്ളത്. ഓൾ പ്രൊവിൻസിൽ 4-5 പോസ്റ്റുകൾ അങ്ങനെയുണ്ട്. ഇപ്പൊ എപ്പോഴും ഞാൻ പറയുന്നത്, ഇപ്പം നാളെ വേണമെങ്കിലും ഈ ഒരു ജോബ് വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം ഫോർ റയാൻ. അയാനാണ് അപ്പം ഡ്രൈവർ. കരിയർ, ആ ഇപ്പൊ നാളെ അവന് അവസ്മാരം സീരിയസ് ആവുക, അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോയി, അല്ലെങ്കിൽ അവന്റെ സപ്പോർട്ട് വേറെ രീതിയിലേക്ക് മാറി, അല്ലെങ്കിൽ വേറെ പ്രൊവിൻസിലേക്ക് മാറേണ്ടി വരും, അല്ലെ ഇതിനെക്കാട്ടും ബെറ്റർ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ തോന്നുകയാണെങ്കിൽ നാളെ ഈ സാധനം ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ ആ ജോലി എന്നുള്ളത് സെക്കൻഡറി ആയിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ എവിടെയാണെങ്കിലും നമ്മളെ എടുത്ത കുറെ എഫേർട്ടുകൾ, മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ നാട്ടിലെടുത്ത എഫേർട്ടുകൾ എവിടെയും നമുക്ക് സ്വന്തം മാർക്കറ്റ് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു തീർച്ചയായും. പ്രൊഫഷണൽ ഫീൽഡിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ്. നമ്മൾ ചെയ്തതാണെങ്കിലും നമ്മൾ ശ്രമിച്ചതാണെങ്കിലും സക്സസ് ആയതാണെങ്കിലും കോൺഫിഡന്റോട് കൂടിയിട്ട് പ്രസന്റ് ചെയ്യാനും അത് മാർക്കറ്റ് ചെയ്യാനും പറ്റിയൊരു കോൺഫിഡൻസ്. ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും 2 മാസം ഞാൻ റയാന്റെ അതേപോലത്തെ സ്പെഷ്യലിസ്റ്റ് ഒരു ഇൻക്ലൂസീവ് സ്കൂളിൽ ഒരു ഷാഡോ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. കെയർ ഹോമിൽ, ഭിന്നശേഷി സംവിധാനങ്ങളിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നാട്ടിൽ ആലോചിക്കാത്തൊരു സാധനം, നൈറ്റ് ഡ്യൂട്ടി ചെയ്തു. അതിന്റെ കൂടെ തന്നെ ഡിഗ്രി, നാട്ടിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും പുസ്തകങ്ങളിലേക്ക് തിരിച്ചുപോയി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും ഫാൻ ബേസ്. മാസ്റ്റർ ഡിസ്റ്റിങ്ഷനോട് കൂടിയിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. മാസ്റ്റേഴ്സ് കഴിഞ്ഞ വർഷം തുടങ്ങി. പിന്നെ ഉബർ പേഴ്സണലി പല ആൾക്കാർക്ക് ഇമേജിൻ ചെയ്യാൻ പറ്റുമെന്ന്, ചിലപ്പം എന്റെ ഫാമിലിയിലോ അല്ലെങ്കിൽ എന്റെ സർക്കിളുകളിലോ ആരെങ്കിലും ഉബർ ചെയ്ത, ഉബറിന്റെ ലൈസൻസ് ഇപ്പോഴും ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പാണെങ്കിലും വണ്ടിയുടെ ലൈസൻസ് ആണെങ്കിലും ഒക്കെ പുതുക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അള്ളാ എവിടെയാണെങ്കിലും നമ്മൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത് ചിലപ്പം റയാന്റെ ഒരു അവന്റെ മൈൽ സ്റ്റോണും കൂടി ആയിരിക്കാം കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സന്തോഷിച്ചിട്ടുണ്ട്. ഇപ്പൊ അവന്റെ ഒരു നെക്ക് കൺട്രോൾ വന്ന സമയത്ത്, അല്ലെങ്കിൽ അവന് ബാപ്പാന്ന് പറയുന്ന സമയത്ത്, അല്ല അവന് ഒരു ദിവസം ഡയപ്പർ ഡ്രൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ സമയത്ത്, അല്ല അവര് ഒരു സമയം ഒരു ബിസ്ക്കറ്റ് സ്വന്തം കയ്യിലെടുത്ത് കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പം നമ്മളെ ഫാമിലി സർക്കിളിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ഇടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് കരിയർ എന്നുള്ളത് അതിന്റെ കൂടെ വന്നൊരു സാധനമാണ്. അതൊരു ഒരു അനുഗ്രഹമായിട്ടാണ്, പ്രിവിലേജ് ആയിട്ടാണ് കാണുന്നത്. ചിലപ്പം എല്ലാവർക്കും വരാൻ പറ്റണമെന്നില്ല. പക്ഷെ ബാക്കിയുള്ളതിനൊക്കെ ശ്രമിച്ചപ്പം പല വളണ്ടറി ജോബുകൾ ചെയ്തിട്ടുണ്ട്. വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആഹ് ഒരു ജോലി പെയ്ഡ് ആയിട്ടാണെങ്കിലും 3-4 ജോലി വളണ്ടറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഫ്രീ ആയിട്ട് പോയിട്ട് ജോലി ചെയ്യും, വളണ്ടറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പല ബോർഡ് മെമ്പറുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ, കാരണം ഇവിടെ എക്സ്പീരിയൻസ് ഓരോ സ്ട്രെങ്ത് ആയിട്ട് കാണുന്ന ഒരു കൾച്ചറിലൊരു സൊസൈറ്റിയാണ് കാനഡ, അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസ്. അവിടെ നമുക്ക് ആ സാധനങ്ങൾ എൻകാഷ് ചെയ്യാനും പ്രൊഫഷണലി കൺവേർട്ട് ചെയ്യാനും, ഈവൻ ഒരു ഡിഗ്രി ജോലിക്കാണെങ്കിലും പഠനത്തിനാണെങ്കിലും അപേക്ഷിക്കണം, നമുക്കത് സ്ട്രെങ്ത് ആയിട്ട് കാണിക്കാൻ പറ്റും. അതിനെ പറ്റിയൊരു എക്കോസിസ്റ്റം ഉള്ളത് വലിയൊരു അനുഗ്രഹം. നിങ്ങൾ പറഞ്ഞപ്പോൾ എങ്ങനെ ആലോചിക്കുക, നമ്മുടെ കുട്ടികളുടെ അച്ചീവ്മെൻറ്റ്. എനിക്ക് 2 വയസ്സായ മോനുണ്ട്. ഒരു സ്കൂളിൽ എന്തെങ്കിലും ഫസ്റ്റ് കിട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പോർട്സിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ആർട്സിൽ പങ്കെടുക്കുക എന്നുള്ളതൊക്കെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് പറയുമ്പോൾ, നിങ്ങൾ ഒരു ദിവസം മോനെ ഡയപ്പർ ഡ്രൈ ആയി സൂക്ഷിക്കുക, അതല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് സ്വന്തമായി കഴിക്കുക, ബാപ്പാന്ന് വിളിക്കുക എന്നുള്ളതൊക്കെയാണ് ഒരു അച്ചീവ്മെൻറ്റ് എന്നുള്ളത് പറയുമ്പോൾ, അതിൻ്റെ ഒരു ഗ്രാവിറ്റി ശരിക്ക് എനിക്ക് തോന്നുന്നത് കേൾക്കുന്ന ആൾക്കാർക്ക് കൂടി അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് റയാനെ കൺവേർട്ട് ചെയ്യുന്നിടത്ത്
ഒരു കാനഡയിലെ സ്കൂൾ ലൈഫ് എത്രത്തോളം സഹായമായിട്ടുണ്ട്, എന്തൊക്കെ സപ്പോർട്ട് സിസ്റ്റംസ് ആണ് അവർക്ക് അവിടെ ഉള്ളത്. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കേൾക്കുന്ന പോളിസി മേക്കേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ വലിയൊരു ഇൻസൈറ്റ് ആയിരിക്കും അതിലൂടെ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ വാല്യൂ നമ്മൾ അൺകോംപ്രമൈസബിൾ ആയിട്ടൊരു വാല്യൂ ആയിട്ട് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ബാക്കി ഫിനാൻഷ്യൽ ഹഡിൽസ് ഉണ്ടാവാം, പിന്നെ പ്രാക്ടിക്കലി ചലഞ്ചസ് ഉണ്ടാവാം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒരു വാല്യൂ ആണെന്നുള്ളത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത് അത് അൺകോംപ്രമൈസബിൾ ആണ്. അതെ. അത് അംഗീകരിക്കുന്നതോട് കൂടിയിട്ട് ബാക്കിയെല്ലാം ബാക്കി നമ്മളെ സൊല്യൂഷനിലേക്ക് മാറും. അത് നമ്മൾ അംഗീകരിക്കാത്ത കാലത്തോളം നമ്മൾ പ്രോബ്ലംസിലേക്കായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാം. നേരത്തെ പിന്നെ പറഞ്ഞതുപോലെ ഈ എത്ര കുട്ടികളെ പാരൻസ് കൊല്ലാനുള്ള റീസൺ എന്നുള്ളത് ഈ കുട്ടികൾ പാരൻസിൻ്റെ മാത്രം ബാധ്യതയായി മാറുകയും, അല്ലെങ്കിൽ അവരുടെ ലൈഫ് മുഴുവൻ അവർക്ക് വേണ്ടി എന്താ പറയുക, ഒരു ഇനിയൊരു എൻഡില്ല എന്നുള്ളത് തോന്നില്ല. കാരണം ഫൈനാൻഷ്യലുള്ള ചിലവുകളുണ്ട്, സോഷ്യലിയുള്ള സ്റ്റിഗ്മ ഉണ്ട്, റൈറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ വീണ്ടും ഒരു പോയിന്റോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ സ്കൂൾസ് ഒഴിവാക്കണം എന്ന് പറഞ്ഞെടുത്ത്, അല്ലെങ്കിൽ അതല്ല മുന്നോട്ടുള്ള പ്രധാനപ്പെട്ട വഴി എന്ന് പറഞ്ഞെടുത്ത്, എന്താ പറയുക, നമ്മൾ സ്പെഷ്യൽ സ്കൂളിലെ ഒരു കുട്ടിയെ നമ്മൾ സിമ്പതിയോട് കൂടി കാണുന്നതിന് പകരം ഈ കുട്ടികളും നമ്മുടെ കുട്ടികളുടെ കൂടെ സ്കൂളുകളിൽ വളരേണ്ടതുണ്ട് എന്നുള്ളതും, എമ്പതിയോട് കൂടിയിട്ട് നമ്മുടെ കുട്ടികൾ ഇതൊക്കെ ഒരു നോർമലി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ടാവും, അവരെയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ കൈ പിടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ള, അല്ലേ, ആ ഒരു കോർ വാല്യൂയിലോട്ട് നമ്മൾ എത്താത്തിടത്തോളം കാലം നമുക്ക് വേറെ ഒരു ക്വിക്ക് ഫിക്സും ചെയ്തിട്ട് കാര്യമില്ല എന്നാണ്, അല്ലേ? ഇല്ല, അത് ഒരു ഗ്രാജുവൽ പ്രോസസ്സ് കൂടിയാണ്. കാരണം സ്കൂൾ ഏജിലാണ് നമ്മൾ സാധാരണ കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ, നമ്മൾ സാധാരണ കുട്ടികളൊക്കെ ആണെങ്കിലും സ്കൂളിലേക്ക് പോകുന്നതോട് കൂടിയിട്ട് കുട്ടികളുടെ ഒരു ഗ്രോത്തിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ ട്രാജക്ടറി തുടങ്ങുകയാണ്, ഒരു പാത്ത് തുടങ്ങുകയാണ്. കുട്ടി പാരന്റിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആവുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ മാറി നിൽക്കുകയാണ്. ഇപ്പൊ മദ്രസയിലാണെങ്കിലും സ്കൂളിൽ പോകുന്നവരൊക്കെയാണെങ്കിൽ സഡൻ മാറി നിൽക്കുകയാണ്. അത് ഈ ഭിന്നശേഷി കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഇന്റലക്ച്വൽ ഡിസേബിലിറ്റി ഉള്ള ഈ ന്യൂറോ ഡൈവർജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് മിസ്സാവുകയാണ്. അത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനോട് വരുന്നതോട് കൂടിയിട്ട് ലോങ് ടൈം ആയിട്ട് അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനുള്ള തോട്ടുകൾ നമ്മൾ തന്നെ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ ഇപ്പൊ റയാനെ സംബന്ധിച്ചിടത്തോളം, റയാന് ഒറ്റ ദിവസം പോലും ഞാനോ വൈഫോ ഇല്ലാതെ നിന്നിട്ടില്ല. വൈഫിന്റെ ഡെലിവറി സമയത്തോ അല്ലെങ്കിൽ ഞങ്ങൾ IELTS കാനഡയിലേക്ക് വരാൻ വേണ്ടി IELTS എഴുതാൻ വന്ന സമയത്തൊക്കെയാണ് മാക്സിമം ഹവർ നാട്ടിൽ നിന്ന് റയാന് ഐദർ ഓഫ് ഞങ്ങൾ ഇല്ലാതെ നിന്നിട്ടുണ്ടാവാം. പക്ഷെ ഇവിടെ നമ്മൾക്ക് കോൺഫിഡന്റ് ആണ്. ഇന്ന് ഞാനോ വൈഫോ ഇല്ലെങ്കിലും നമ്മൾ നാട്ടിൽ പോകേണ്ടി വരികയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലൈസ് കേസ് ആവുകയാണെങ്കിലും റയാൻ നിൽക്കാൻ പറ്റും. അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് സ്കൂളുകളിൽ പറ്റുന്നുണ്ട്. സെയിം സമയത്ത് നമുക്ക് വീട്ടിലും പ്രോഗ്രാം ചെയ്യാം. ഇപ്പം റയാൻ സ്കൂൾ വിട്ട് 2:30 എത്തും. ഞാനും വൈഫും എത്തുന്നത് 6, 7 മണിക്ക് വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞെത്തുന്നത്. പിന്നെ അല്ലാത്ത സമയങ്ങളുണ്ട്. സമ്മറിൽ 2 മാസം റയാൻ ലീവാണ്. ആ സമയത്ത് മോർണിംഗ് മുതൽ വൈകുന്നേരം വരെ നമ്മൾ ആരുമില്ല. പക്ഷെ അതിൽ കറക്റ്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം ഉണ്ട്. അതിന് റെസ്പൈറ്റിനുള്ള ഫണ്ട് സർക്കാരുകൾ തരും. നമുക്ക് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യാൻ പറ്റും. അതിനു വേണ്ട കുറെ റിസോഴ്സുകൾ ഉണ്ടാവും. അതിന് ആളുകൾ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പം റയാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 വർഷം അവന് നമ്മുടെ ആസ് എ സോക്കോൾഡ് നോർമൽ ആയിട്ടുള്ള ഒരാൾ ഞാൻ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഹോഴ്സ് റൈഡിങ്ങിന് എല്ലാ വർഷവും അവന് പോകുന്നുണ്ട്. 1 വീക്ക് ക്യാമ്പിന് പോകുന്നുണ്ട്. സ്ലെഡ്ജ്, ഐസ് ഹോക്കി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ എന്റെ ലൈഫിൽ നമ്മൾ ആലോചിക്കാത്ത ഒരു കാര്യമാണ്. പിന്നെ സർഫിങ്, തിരമാലയിൽ 2-3 വർഷം നമ്മളൊരു റിച്വൽ ആയിട്ട് ചെയ്യുന്നു. പിന്നെ ഒരു ഡാൻസ് നമ്മളൊരു സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ഡാൻസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ റയാന് ചൈൽഡ് ഡിസേബിലിറ്റി അതിനു വേണ്ടിയുള്ള ഡാൻസിന് പോകുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം മ്യൂസിക് ടീച്ചർ വന്നിട്ട് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ അവന്റെ ഫൈൻ മോട്ടോർ അല്ലെങ്കിൽ ഡെയിലി ലിവിങ്ങിന് അവന് ഇമ്പ്രൂവ്മെന്റ്. ഫോർ എക്സാമ്പിൾ മ്യൂസിക് ടീച്ചർ വരുന്ന സമയത്ത് അവൻ സ്ഥിരമായിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് അവൻ ആ കൈ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവൻ ആ സാധനം ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഹോഴ്സ് റൈഡിങ്ങിന് പോകുമ്പോഴാണെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴേ കണ്ട ഒരു ഡ്രീമിൽ ഒരു സാധനമാണ്. കാനഡ ഇത്തരം രാജ്യങ്ങളിൽ അക്വാ തെറാപ്പി എന്നൊരു സാധനം ഉണ്ട്. ഇവിടെ എല്ലാ കുട്ടികൾക്കും സാധാരണക്കാർക്കും ഒക്കെ ഓപ്പൺ ഫോർ ഓൾ ആണ് ഇത്തരം സർവീസുകൾ. സ്വിമ്മിംഗ് പൂളിൽ അവർ സ്വിമ്മിങ് ചെയ്യുന്നുള്ളത് നമ്മൾ ഇമാജിൻ ചെയ്യാൻ സാധനം. പക്ഷെ വെള്ളം കാണുമ്പോൾ അവന് അതൊരു സന്തോഷത്തോടു കൂടി അതിലേക്ക് പോവുകയും ആ സമയത്ത് ഫിസിക്കൽ മൊബിലിറ്റി ഉണ്ടാവുകയും ആ സമയത്ത് അവൻ തന്നെ സ്പീച്ച് അടക്കം വരുന്ന രീതിയിൽ അവൻ ചിലപ്പോൾ സംസാരിക്കാറ്, അവർ സന്തോഷം കൊണ്ട് പ്രകടിപ്പിക്കാറുണ്ട്. പിന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാനും അവനും ഒരു ക്യാമ്പ് കിഡ്നി സ്റ്റാർട്ട്. എന്റെ വൈഫിന്റെ
ആബ്സെൻസിൽ ഞങ്ങൾ മാറിയിട്ട് ഒരാഴ്ച ഏകദേശം ഒരു 200-300 കിലോമീറ്റർ അപ്പുറം പോയിട്ട് ഒരു ക്യാമ്പിൽ നിൽക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ആക്സസിബിൾ ആയിട്ട് ഇൻക്ലൂസീവ് ആയിട്ട് ക്യാമ്പ് എക്സ്പീരിയൻസ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇൻഡിപെൻഡന്റ് ലിവിങ്ങിലേക്കുള്ള പാത്ത് ശരിക്കും തുടങ്ങുന്നത് ഈ ഒരു സ്കൂൾ ഏജിലാണ്. അത് നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്ക് പലപ്പോഴും നമ്മുടെ ഈ മെഡിക്കൽ മോഡലിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ തന്നെ നമ്മൾ ആ ഒരു ലിങ്ക് ബ്രേക്ക് ആവുകയാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, ഫാമിലിക്കാണെങ്കിലും. കാരണം സ്കൂളിംഗ് ഏജിലാണ് ഫാമിലി ഇവൺ ഇപ്പം വേറെ വിഷയം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി സ്പെഷ്യലി ഡിസേബിൾഡ് കുട്ടിയാണെങ്കിൽ അടുത്തൊരു കുട്ടിയെ കുറിച്ച് ആലോചിക്കുന്ന ഒരു സ്റ്റേജാണ് ഒരു കുട്ടിയെ സ്കൂളിൽ വിടുന്ന സമയത്ത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ സർക്കിളുകളിലാണെങ്കിലും ഈ ഇതിലൊക്കെ ആണെങ്കിലും ഇതൊരു വിഷയമാണ്. ഇവിടെ സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് മുതിർന്നു വരുമ്പോൾ സെക്ഷുവാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളും അതിൽ പോലും പലപ്പോഴും സൊല്യൂഷൻ ഇല്ലാതെ വരുന്നത് എപ്പോഴും ആ ഒരു പൊസസീവായിട്ട് അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ട് മാത്രം നിൽക്കുന്നുകൊണ്ടാണ്. അവർ മാറിപ്പോയും അവര് പൊതുസമൂഹത്തിൽ ഇടപെടുകയും അവരുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യും, റെഗുലേറ്റ് ചെയ്യും. സെക്ഷൽ ആണെങ്കിലും അവരുടെ ആ ഒരു ടേസ്റ്റ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ വേണ്ട അപ്രോപ്രിയേറ്റ് ആയിട്ട് എങ്ങനെയാണ് അത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ട അത്ര സാധനങ്ങളൊക്കെ സോഷ്യലൈസേഷനിലൂടെ കിട്ടുന്ന സാധനമാണ്. അത് ഇല്ലാതിരിക്കുമ്പോൾ ആ സ്കൂളിലേക്കുള്ള ഒരു പാത്വേ ഇൻക്ലൂസീവ് ആയിട്ട് സംവിധാനത്തിലേക്ക് പോവാതിരിക്കുമ്പോൾ ഇവിടെ സ്റ്റെക്ക് ഓൺ ചെയ്തു. ഒരു ആസ് എ ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ, ഒരു സോഷ്യൽ അനിമൽ എന്നുള്ള രീതിയിൽ, ഒരു സോഷ്യൽ ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ ഈ ഒരു കുട്ടിയുടെ ഗേറ്റ് വേ ആണ് ശരിക്കും സ്കൂളുണ്ട്. അത് ആ സ്കൂളിംഗ് ഇല്ലാത്തതോട് കൂടിയിട്ട് അവിടെ സ്റ്റെക്ക് ആവാണ്. അതോടുകൂടി ആ ഫാമിലി തന്നെ സ്റ്റെക്ക് ആവാണ്. ഇപ്പം നമ്മുടെ സ്കൂളുകൾ ശരിക്കും എങ്ങനെയൊക്കെ മാറണം, അതായത് നമ്മൾ ആലോചിക്കാത്ത കുട്ടികളുടെ ഒരു അക്കാഡമിക്സിനപ്പുറം എല്ലാ കുട്ടികളുടെയും ഒരു സോഷ്യൽ ഇമോഷണൽ ലേണിംഗ് ഇൻക്ലൂസീവായിട്ടുള്ള ഒരു സെറ്റപ്പ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നിടത്ത്, അവരെ എല്ലാവരെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പ്രാപ്തരാക്കുന്നിടത്ത് വലിയൊരു റോള് വഹിക്കാൻ നമ്മൾ കേരളത്തിലെ സ്കൂൾ സിസ്റ്റത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നല്ലത് പറയാറുണ്ടെങ്കിലും ഇനിയും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതിൽ എന്താ പറയുക, വലിയ കുറേ ഇൻസൈറ്റ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ റയാനുമായിട്ടുള്ള കഴിഞ്ഞൊരു 10 വർഷത്തെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയി തോന്നിയത് എന്തെല്ലാമാണ്? ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതേപോലെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയി തോന്നിയത് എന്തെല്ലാമാണ്? പെയിൻഫുൾ എന്നുള്ളത് ശരിക്കും നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റിഗ്മയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. റയാന്റെ ഒരു 4ാമത്തെ വയസ്സിലായിരിക്കാം നമ്മള് ഡിസബിലിറ്റി കാർഡ് അവന് ഇവിടെ വാങ്ങിയത്. ഇപ്പം ഡിസബിലിറ്റി ഒന്നുള്ളത് നമ്മളൊരു പ്രത്യേകിച്ച് ഒരു കുട്ടിയായിരിക്കുന്ന ആ സമയത്ത് പല രീതിയിലുള്ള ചികിത്സ അത്തരം ആ ഒരു ഫോക്കസിലേക്കായിരിക്കും മാറുക. ഇതിപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് മെഡിക്കലി ഫിക്സ് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ ഒരു 10 വർഷം കഴിഞ്ഞ് ഇതിനെ തിയററ്റിക്കലൊക്കെ പഠിക്കുമ്പോഴാണ് ഡിസബിലിറ്റി ഫിക്സ് ചെയ്യേണ്ട വിഷയമല്ല, അത് സൊസൈറ്റിയും ആരും ഫിക്സ് ചെയ്യേണ്ടതല്ല, അതുമായിട്ട് ജീവിക്കുക എന്നുള്ളൊരു റിയാലിറ്റിയാണ്. അപ്പൊ ഫിക്സ് ചെയ്യാനുള്ള ഓട്ടത്തിലായിരുന്നു കുറെ സർജറികളും തെറാപ്പികളും. അതൊന്നും വേണ്ടത് ആയിരുന്നില്ല എന്നുള്ള തോന്നില്ല, പക്ഷെ ഫിക്സ് ചെയ്യാനായിരുന്നു ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ സംവിധാനങ്ങളുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രവർത്തനമൊക്കെ നോക്കുമ്പം ഡിസബിലിറ്റി കാർഡ് എന്നുള്ളൊരു മാൻഡേറ്ററി സാധനമാണ്. ഒന്ന്, അത് നമുക്കൊരു രക്ഷിതാവിന് വേണ്ടി മാത്രമല്ല, ആ കുട്ടിക്ക് വേണ്ടിയല്ല, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പല ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള ഒരു സാധനം. അപ്പൊ നമ്മൾ ഇന്റേണലി കുറെ ഒരു ട്രോമ അല്ലെങ്കിൽ സ്ട്രഗിളിലൂടെ കടന്നു പോയിട്ടാണ് ആ ഒരു പ്രോസസ്സിലേക്ക് പോകുന്നത്. ഞാൻ അറിയുന്ന തന്നെ പല ആൾക്കാരും ആ ഒരു അനുഭവം പങ്കുവെച്ചിട്ടുണ്ട്. ഇവൺ ആ ഒരു സ്റ്റേജിൽ പോലും അല്ലെ കുറെ പ്രായമായിട്ട് പോലും അതിലേക്ക് പോവാത്തുണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സ് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷം, ഒരു അപേക്ഷ കൊടുത്ത് 6 മാസം മുതൽ 1 വർഷം വരെ എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം അതിൽ തന്നെ പറയുന്നുണ്ട് ഈ ഒരു പെർസെൻറ്റേജ് ഉണ്ട്, ഒരു സർട്ടൻ എബോവ് പെർസെൻറ്റേജ് ആണെങ്കിലാണ് പല ഗവൺമെന്റ് ഉണ്ടാവും. അപ്പൊ ഒരു രക്ഷിതാവ് എന്നുള്ള രീതിയിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിൽ സർവീസുകൾ വാങ്ങണം എന്നുള്ള രീതിയിൽ ആ ഒരു പെർസെൻറ്റേജിലും അല്ലെങ്കിൽ ആ ഒരു കാർഡ് കിട്ടുന്നതിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. സെയിം സമയത്ത് ആ ഒരു കാർഡ് കിട്ടുന്നതോട് കൂടിയിട്ട് നമ്മൾ വേണ്ടപ്പെട്ട അല്ല നമ്മൾ ലേബലൈസ് ചെയ്യാം പല പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇത് വെച്ച് നോക്കുമ്പോൾ ആ കാർഡ് തന്നെ പല സ്ഥലങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരികയും ചെയ്തു. ഡിസബിലിറ്റി കാർഡ് ഉണ്ട്, അതിന് പിന്നെ പഞ്ചായത്തുകൾ നൽകുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള കാർഡുകളുണ്ട്. ഇപ്പം UDID എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് കാർഡുണ്ട്. പിന്നെ ആ കാർഡുമായിട്ട് നമ്മൾ നിരാമയ ഇൻഷുറൻസിന് അപേക്ഷ കൊടുക്കണം, പഞ്ചായത്തിൽ സ്കോളർഷിപ്പിന് കൊടുക്കണം, പിന്നെ ബസ്സിൽ പാസിന് വേണമെങ്കിൽ അത് കൊടുക്കണം, ട്രെയിനിൽ വേണമെങ്കിൽ അത് കൊടുക്കണം. ഈ സാധനത്തിന് നമ്മൾ ഓരോ സമയത്തും
പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ള വലിയൊരു ട്രോമയാണ് ശരിക്കും. അത് പല ആൾക്കാർക്കും അല്ലെങ്കിൽ പുറത്ത് സർക്കിളുകളിലെ ആൾക്കാർക്ക് ഇത് ഇങ്ങനെ ഇന്റർണലൈസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ റയാനുമായിട്ടുള്ള ജേർണിയിൽ ആ ഒരു സാധനം പ്രത്യേകിച്ച് നമ്മൾ ഇന്റേണലി ആസ് എ പാരന്റ്സ് ഞാനും വൈഫും തമ്മിലുള്ള കോൺവെർസേഷനിലാണെങ്കിലും ഇതിനെ പല രീതിയിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു പ്രോസസ്സ് എന്നുള്ള ഭയങ്കര ട്രോമ ഉണ്ടാക്കുന്നുണ്ട്. സെയിം സമയത്ത് നമ്മള് പക്ഷെ ആ കാർഡൊക്കെ ആയിട്ടാണ് കാനഡയിലേക്ക് വന്നത്. ഇവിടെ വന്ന സമയത്ത് ശരിക്കും അതിന് ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മള് സ്വകാര്യമായിട്ടൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്തുള്ള പേപ്പറിൽ കാര്യങ്ങൾ കാണിക്കുന്നു. അതോട് കൂടിയിട്ട് ആ റെക്കോർഡ് സിസ്റ്റത്തിന്റെ ഭാഗം നമ്മൾ എവിടെയും ഈ ഒരു സാധനം കാണിക്കേണ്ടി വരുന്നില്ല. എവിടെയും നമ്മള് ഡിസേബിൾഡ് ആണ് അല്ലെങ്കിൽ സ്പെഷ്യൽ നീഡ് ആണെന്നുള്ളത് പറയേണ്ടി വരുന്നില്ല. ആകെ കാണിക്കേണ്ടി വരുന്നത് പാർക്കിംഗ് ലോട്ടിൽ മാത്രമാണ്. പാർക്കിംഗ് ലോട്ടിൽ കാണിക്കാൻ കാരണം ഏത് ബിൽഡിങ്ങിന്റെയും എൻട്രൻസിന്റെ അടുത്ത് ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രഗ്നന്റ് ലാക്ടേറ്റിംഗ് വുമൺസിനുള്ള പാർക്കിംഗ് ഉണ്ട്. അവിടെ മാത്രമാണ് ഒരു സിമ്പൽ എന്നുള്ള രീതിയിൽ. അല്ലാതെ ഒരു സ്ഥലത്തും നമ്മൾ ഈ ഒരു സാധനം റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വരുന്ന ആവശ്യം വരുന്നില്ല. ഇപ്പൊ റിസർവേഷൻ ആണെങ്കിലും സംവിധാനങ്ങളാണെങ്കിലും ആൾക്കാർക്ക് അതൊരു ഡിസബിലിറ്റി എഡ്യൂക്കേഷനും കൂടിയാണ്, സിസ്റ്റത്തിന്റെ മാത്രമല്ല സമൂഹത്തിനാണെങ്കിലും ആൾക്കാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ ആ ഒരു സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് അറിയാം. ഫോർ എക്സാമ്പിൾ ഒരു സ്വിമ്മിംഗ് പൂൾ പോവുകയാണെങ്കിൽ അത് ഓപ്പൺ ഫോർ ഓൾ എബിലിറ്റീസ് ആയിരിക്കും. അല്ലെങ്കിൽ മ്യൂസിക് പ്രോഗ്രാം ആണെങ്കിൽ ഓപ്പൺ ഫോർ ഓൾ എബിലിറ്റി ആയിരിക്കും. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അവർക്കായിട്ടൊരു സ്പെഷ്യൽ സൗകര്യം ഒരുക്കണം എന്ന് നമ്മൾ ആരും ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല. അത് ബൈ ഡിഫോൾട്ട് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ സൊസൈറ്റി. യാ അതിന് നമ്മള് ഇൻഫ്രാസ്ട്രക്ചർ ആക്സസിബിലിറ്റി ഇതിലൊക്കെ പറയുകയാണെങ്കിൽ യൂണിവേഴ്സൽ ഡിസൈൻ എന്നൊക്കെ പറയും. അത് റയാന് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾക്കൊരു ജസ്റ്റ് ഒരു ആക്സിഡന്റ് ആയി അല്ലെങ്കിൽ ഒന്ന് കാല് ഉളുക്കിയിട്ട് ഒരു വടിയും പിടിച്ച് നടക്കേണ്ടി വന്നാലും ആക്സസിബിൾ ആയിട്ടുള്ള സംവിധാനങ്ങൾ വേണം. അതൊരു ഡോറ് എല്ലാ ഓഫീസിലാണെങ്കിലൊക്കെ ആയിരുന്നിടത്ത് പ്രസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് തുറക്കുന്ന ഡോറുകൾ വേണം. അത് സോക്കോൾഡ് ഡിസേബിൾഡ് അല്ല, നമുക്ക് ആർക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പ്രായം ചെന്ന പോലും നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം. അപ്പൊ ആ ഒരു ഡിസേബിൾഡ് ആണെന്നുള്ള ലേബലൈസേഷൻ ഒരു ഭയങ്കര ഒരു പെയിൻഫുൾ സാധനമായിരുന്നു. അത് ഒരു ഇന്റേണലി തന്നെ ഒരു ട്രോമാണ്. പക്ഷെ ഒരു 10 വർഷം കഴിയുമ്പോൾ ബാക്കോട്ട് നോക്കുമ്പോൾ ആ ഒരു മൊമെന്റ് ഇങ്ങനെ ഓർമ്മ വരും. എക്സൈറ്റിംഗ് കാര്യം. എക്സൈറ്റിംഗ് അവന്റെ മൈൽ സ്റ്റോൺസ് എപ്പോഴും എക്സൈറ്റിംഗ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നെക്ക് കൺട്രോൾ വാങ്ങും. ഇപ്പോ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് നമ്മൾ കൺസിസ്റ്റന്റ്ലി വർക്ക്ഔട്ട് ചെയ്തത് ഇപ്പം ഇപ്പൊ റയാനായിട്ട് നമ്മൾ റാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ കുറെ അഡ്വക്കസി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ഭിന്നശേഷി ഫാമിലികൾക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സെയിം സമയത്ത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള മൈൽ സ്റ്റോൺ ഇമ്പോർട്ടന്റ് ആണ്. അത് ഓൺ ഡെയിലി ബേസിസ് ആണെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് അത് മോണിറ്റർ ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന അവന്റെ ഫുഡ് കഴിക്കുന്ന ഫുഡ് റെഗുലർ ആയിട്ട് കഴിക്കുക, റെഗുലർ ആയിട്ട് അവന്റെ മോശം പോവുക. ആ ഒരു 2 കാര്യത്തിൽ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഒരു മാസം മുമ്പ് നമ്മൾ അവന് G-ട്യൂബ് ഇടുക എന്നുള്ള, ഇപ്പൊ G-ട്യൂബിനെ കുറിച്ച് തന്നെ ഫീഡിങ് കോംപ്ലിക്കേഷൻ ഉള്ള, അത് അഡൽട്ട് ആവണമെന്നില്ല, കുട്ടികൾക്ക് പോലും G-ട്യൂബ് എന്നുള്ള സർജറി ഇവിടെ ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റിയെന്നുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഒരു ആശങ്ക ഉണ്ടായിരുന്നു, വേണോ വേണ്ടേ എന്നുള്ളത്. കാരണം G-ട്യൂബിനെ കുറിച്ച് നമുക്ക് കുറെ സ്റ്റിഗ്മകളുണ്ട്. അത് നമ്മുടെ പ്രായമുള്ള ആൾക്കാർക്ക് പോലും ആണെങ്കിലും നമ്മുടെ നാട്ടിലെ ആൾക്കാർ അത് പോയില്ല. പക്ഷെ അത് വലിയൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. റയാൻ തന്നെ അത് എൻജോയ് ചെയ്യുന്നില്ല. അവൻ തന്നെ ചില സമയത്ത് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഹോൾഡ് ചെയ്യും. അവൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഫുഡ് 3 നേരം കഴിക്കുന്നുണ്ട്. അതിനു മുമ്പ് അവന് ഇപ്പം 2 ആഴ്ച കൂടുമ്പോഴേക്കായിരുന്നു അവന് മോശം പോകുന്നുണ്ടായിരുന്നത്. അത് നമ്മൾ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. കുറെ സമയത്ത് നമ്മൾ അത് ഇഗ്നോർ ചെയ്തു. പക്ഷെ അതിന് ICUലാവേണ്ട അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ സ്റ്റേജ് വന്നു. പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പല രീതിയിലും അത് മെഡിക്കേഷൻ ഉണ്ടായിരുന്നു, ചില രീതിയിൽ അവന്റെ ഫുഡ് ഹാബിറ്റ് ഒക്കെ കൺട്രോൾ ചെയ്തപ്പം അത് മോഷൻ ഇപ്പം ഡെയിലി 2-3 തവണ. സിമ്പിൾ, ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് കാര്യമായിട്ട് തോന്നിക്കാം. അത് നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മൾ വന്നിട്ട് രണ്ട് അപ്പാർട്ട്മെന്റുകളായി താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2 അപ്പാർട്ട്മെന്റിൽ നിന്ന് മാറിയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ചെറിയ വീട് എടുക്കണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് റയാന്റെ ഒന്നുകൂടി ഇപ്പം നമ്മള് നാട്ടിൽ ഒരു 35 വയസ്സുള്ള 40 വയസ്സുള്ള ഒരു ഭിന്നശേഷിക്കാരനാണെങ്കിലും അല്ലെങ്കിൽ സാധാരണക്കാരൻ, നമ്മള് പാരന്റ്സും കുട്ടികളും ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര ഓവർ പാമ്പറിങ് ആണ്. പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരാകുമ്പോൾ ബുദ്ധിപരം വലിയ ആവുമ്പോൾ
മരിക്കുന്നവരെ ആ കുട്ടിയായിട്ട് ഒരു കുട്ടി മരിക്കുന്നവരെ ആ പാരന്റ്സ് ഒരു കുട്ടിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കാണുക. എത്ര വയസ്സാവാത്ത 60 50 വയസ്സാണെങ്കിൽ പോലും. അപ്പൊ റയാന്റെ കാര്യത്തില് അവന് ഒരു 8 വയസ്സ് വരെ അവൻ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു കിടന്നിട്ടുണ്ടായത്. പക്ഷെ കാനഡയിലെ ഇത്തരം രാജ്യങ്ങളിലുള്ള ഒരു അപ്രോച്ച് പറയുകയാണെങ്കിൽ ചെറിയ ന്യൂ ബോൺ ബേബിയെ പോലും മാറ്റി കിടത്താന്നുള്ളൊരു അപ്രോച്ച് ഉണ്ട്. അത് ആ ഒരു സാധനം നമുക്ക് റയാന്റെ കാര്യത്തില് അറ്റ്ലീസ്റ്റ് ഒരു 6 വയസ്സാകുമ്പോഴത്തേക്ക് 6-7 വയസ്സ് ആ സമയത്ത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ 2 വർഷം മുമ്പ് നമ്മൾ ഈ ഒരു സ്വന്തമായിട്ട് ഒരു തൽക്കാലത്തേക്കുള്ള ഒരു മിനി ഹോം കൺസെപ്റ്റിലേക്ക് മാറി. അത് റയാന് വേണ്ടിയിട്ട് കുറെ സംഗതികൾ ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ സ്വന്തമായിട്ട് ഉറങ്ങി തുടങ്ങി എന്നുള്ളത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ കാണാം. അവൻ സ്വന്തമായിട്ട് റൂമിൽ ഉറങ്ങി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമുക്ക് ഉറക്കം വന്നിട്ടില്ലെങ്കിലും അവന് റിലാക്സ്ഡ് ആയിട്ട് ഉറങ്ങി. അവന്റെ ഇപ്പം നമ്മള് ബെഡ്റൂം കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ അവന്റെ റൂം, ടോയ്ലറ്റ്, നമ്മളെ ബെഡ്റൂം അവന് ഡയറക്ഷൻ കൃത്യമായിട്ട് അറിയാം. നമ്മൾ അവന്റെ റൂം പാസ് ചെയ്ത് നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിലും അവൻ അങ്ങോട്ട് അവന്റെ റൂമിലേക്ക് മാറും. അതൊരു ഓണർഷിപ്പാണ്. അവൻ ആ ബെഡ്റൂമിൽ അവനത്തോടെ ഹാപ്പിയാണ്. ഇപ്പം നമ്മളെ ഒരു കോമൺ ലിവിംഗ് റൂമിലാണെങ്കിലും ഇടയ്ക്ക് അവന് കൗച്ച് എഴുന്നേറ്റിട്ട് കൈ ഹോൾഡ് ചെയ്തതിനർത്ഥം ബെഡ്റൂം പോകണം എന്നുള്ളതാണ്. പിന്നെ ബാത്റൂമിൽ നിന്ന് പുറത്തോട്ട് വരികയാണെങ്കിലും അവന്റെ റൂമിലേക്ക് പോകും. അത് ശരിക്കും അവന്റെ ഒരു റൂട്ടീൻ സെറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി ആസ് എൻ ഇൻഡിവിജ്വൽ ഇപ്പൊ നമ്മളെ സോക്കോൾഡ് ഇപ്പം സാധാരണ കുട്ടിയാണെങ്കിലും ഒരു വയസ്സ് 2 വയസ്സാകുമ്പോൾ അവരുടെ കുറെ ചോയ്സുകൾ ഉണ്ടാവും. നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത്. അവർക്ക് ആപ്പിള് വേണ്ട അല്ലെങ്കിൽ പേരക്ക എന്ന് പറയുമ്പോൾ നമ്മൾ പേരക്ക വാങ്ങിക്കൊടുക്കും. പക്ഷെ ഇത്തരം കുട്ടികൾക്ക് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ പലപ്പോഴും നമ്മൾ ടേക്ക് ഇറ്റ് ഗ്രാൻഡഡ് ആയിട്ട് പല കാര്യങ്ങളൊക്കെ അങ്ങനെ ഒന്ന് കൊടുക്കും. വാശി പിടിക്കുന്നുണ്ടാവും. ഒരു പാരന്റിങ് എന്നുള്ളത് നോർമൽ കുട്ടികളുടെ കാര്യത്തിൽ പോലും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇത്തരം കുട്ടികളുടെ പലപ്പോഴും നമ്മൾ ആ ചോയ്സ് റെസ്പെക്ട് ചെയ്യില്ല. അവരുടെ ഉറക്കാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഈവൻ TV കാണുന്ന വിഷയത്തിലാണെങ്കിലും ഇത്തരം കുട്ടികൾ പലപ്പോഴും. അപ്പൊ ഈ ഒരു ഡെയിലി ലിവിങ്ങിലാണ് അറ്റ്ലീസ്റ്റ് ഈ കിടക്കത്തിന്റെ കാര്യത്തിലൊക്കെയാണ് അവന്റെ സ്പേസ് ആയിട്ട് ആ ഒരു സ്പേസ് അവന്റെ ഓൺ ചെയ്യുന്നുണ്ട്. അതാണ് രസം. ദാറ്റ് സ്പേസ് ബിലോങ്സ് ടു ഹിം. ആ ഒരു ബെഡ്റൂം അവന്റേതാണ്. ഈവൻ അവൻ ഇപ്പം അവന്റെ പൊതുപ്പ് അവനക്ക് ചോയ്സ് ഉണ്ട്. അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ഡിഫറെന്റ് കോംപ്ലക്സ് ആയിരിക്കാം. പക്ഷെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ആസ് എ പാരന്റ് അത് ഒരു ഐഡിയൽ ആയിട്ട് നമ്മളിപ്പം ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ സ്റ്റിൽ അതിലേക്കുള്ള ഒരു വഴിയിലാണ്. ഇപ്പം നമ്മളിപ്പം താമസിക്കുന്ന വീട്ടിലാണെങ്കിലും ടോയ്ലറ്റിൽ അവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പൊ അവിടെ പോകുന്ന സമയത്ത് ടോയ്ലറ്റ് ടൈം നമ്മളവിടെ റെക്കോർഡ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവനത് പ്രസ് ചെയ്തിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യും. അപ്പൊ ആ രീതിയിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഒരു എക്സൈറ്റിംഗ് ആയിരുന്നു. അവന്റേതായിട്ടുള്ള രീതിയിൽ അവന് ചോയ്സ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെ കാര്യങ്ങൾ സ്മൂത്ത് ആക്കി അവന്റെ മൈൽ സ്റ്റോണിലേക്കാൾ ഒരു അൾട്ടിമേറ്റ്ലി ഒരു 10 വയസ്സുള്ള 9 വയസ്സുള്ള കുട്ടിയുടെ അവന്റെ ചോയ്സ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. അതിനെ ഡിസ്പൈറ്റ് ദ ലിമിറ്റേഷൻ നമ്മൾ അതിനെ ഹോണർ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും നമ്മൾ ഈ കോൺവെർസേഷൻ തുടങ്ങിയിട്ട് ഏകദേശം 50 മിനിറ്റോളായി. അപ്പം നമുക്കിത് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടിയ. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഫിൻലാൻഡ്, സ്വീഡനിലൊക്കെ ആയിരുന്നു, നോർഡിക് കൺട്രീസിലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞാനിങ്ങനെ ശരിക്കും അത്ഭുതപ്പെട്ടു. ഞാനിങ്ങനെ പോയപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു 90 വയസ്സെങ്കിലും ആയിട്ടുള്ള ഒരു വല്യമ്മ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ മറ്റേ വാക്കറും പിടിച്ചിട്ടാണ്, മറ്റേ ചക്രം പിടിപ്പിച്ച വാക്കറും പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു എങ്ങനെയായിരിക്കും ഇവർ മൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നോക്കുമ്പോൾ ബസ് ഇങ്ങനെ വരുന്നു. നമുക്ക് ആദ്യത്തെ അനുഭവമാണ്. ബസ് ഇങ്ങനെ വരുന്നു, ലോ ഫ്ലോർ ബസ്സാണ്. ബസ് മെല്ലെ ആ ഫുട്പാത്തിലോട്ട് ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചെരിയുന്നു. അവർ ആ വാക്കറും പിടിച്ച് അവർ ഒറ്റയ്ക്ക് അതിലോട്ട് കയറുന്നു, അവർ പോകുന്നു. ശരിക്കും അവിടെ വന്നിറങ്ങിയിട്ട്, സ്വീഡനിൽ വന്നിറങ്ങിയിട്ട് ഫസ്റ്റ് ബസ് സ്റ്റോപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു അനുഭവമാണ്. വലിയ അത്ഭുതമാണ് തോന്നിയത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിസൈൻ എന്നുള്ളത് ഇത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നമുക്ക് ഓരോരുത്തർക്കും ഒരുപക്ഷെ ഒരു കാലഘട്ടം വരാനുണ്ട്, അല്ലെ? നമുക്ക് വയസ്സാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൈയും കാലും ഒക്കെ ഒടിയുന്ന, നമ്മളും ഇവരായി മാറുന്ന ഒരു കാലഘട്ടം നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു സന്ദർഭത്തിൽ വരാനുള്ളതാണ്. അപ്പോൾ ആസ് എ സൊസൈറ്റി നമ്മളെല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് നമ്മുടെ സ്കൂളുകളിലായാലും, നമ്മുടെ അങ്ങാടികളിലായാലും, മാളുകളിലായാലും, ഷോപ്പിംഗ് സെന്ററുകളിലായാലും, അതേപോലെ തന്നെ റോഡുകളിലായാലും എന്നുള്ള വലിയൊരു മെസ്സേജാണ്. വീടുകളിലായാലും വെരി കറക്റ്റ്. ഇതില് വേറെ നിങ്ങള് ബസ്സിന്റെ പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും കാനഡയിൽ വന്നതിന് ശേഷം ഞാനും മറ്റു ആൾക്കാരും ബസ്സിൽ യാത്ര ചെയ്ത് വളരെ ചുരുക്കമാണ്. ചിലപ്പം വളരെ അപൂർവമായിട്ട് യാത്ര ചെയ്യും. പക്ഷെ റയാന് കഴിഞ്ഞ ഒരു 3 വർഷം കൊണ്ട് നമ്മൾ തന്നെ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ മോർ ദാൻ 500 കിലോമീറ്റർ റയാന് തന്നെ പബ്ലിക് ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും.
അവരവിടെ ഇപ്പം ബസ്സുകൾ ഇപ്പം സമ്മറിലാണെങ്കിലും ക്യാമ്പിൽ പോകുമ്പോൾ നമ്മൾ ഇന്റൻഷനലി തന്നെ അത് ചൂസ് ചെയ്യാറുണ്ട്. ഉബറും ടാക്സിയും നമ്മളെ വണ്ടി ഉണ്ടെങ്കിലും അതിൽ നിന്ന് മാറിയിട്ട് പബ്ലിക് ബസ് തന്നെ പോകാന്ന രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ബസ് കയറിയാൽ അപ്പൊ അതിൽ ആ അതിന് വീൽചെയർ ഒതുക്കി വെക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടാവും, നമുക്ക് ഇരിക്കാനുള്ള സ്പെഷ്യൽ പ്ലേസസ് ഉണ്ടാവും, എടുക്കാൻ എല്ലാം. സ്പേസിനേക്കാൾ ഞാൻ പറഞ്ഞത് സോഷ്യൽ റിലേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. അവൻ ചില സമയത്ത് മൂഡ് ഔട്ട് ആയിരിക്കും, ചില സമയത്ത് ഭയങ്കര എൻട്രാൾഡ് ആയിട്ട് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് സാധനം പ്രകടിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ ഡ്രൈവർമാര് അല്ലെങ്കിൽ കോ പാസഞ്ചേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ടാവും, ഹായ് ഗ്രേറ്റ് എന്നൊക്കെ പറയുന്നുണ്ടാവും. ആ ഒരു ഹാപ്പിനെസ് എന്നുള്ള അതാണ് ശരിക്കും ഒരു ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അവനൊരു ഡിഫറently അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പരിഗണനയൊന്നുമല്ല. നമ്മളിപ്പോ സാധാരണ നമ്മളൊരു ബസ്സിൽ പോകുമ്പോൾ തന്നെ അടുത്തിരിക്കുന്ന ആൾക്കാരോട് നമ്മൾ എങ്ങനെയാണ് വിശേഷങ്ങൾ ചെയ്യുന്നത് അവൻ അവന്റെ ആയിട്ടുള്ള രീതിയിൽ. പുറത്തോട്ട് പോകുമ്പോൾ അവന് ഗ്ലാസിന് പുറത്ത് കൈയിടും, ആ കാറ്റ് കൊള്ളും. ചില സമയത്ത് അവൻ അതിന് ശേഷം പോയിട്ട് ചില സമയത്ത് അവൻ ടയർഡാവും, ആ സമയത്ത് കൂടി അതിൽ പാർക്കിൽ പോകും അല്ലെങ്കിൽ പോയിട്ട് ഒരു ഐസ്ക്രീം കഴിക്കും. എല്ലാ രീതിയിലുള്ള അതിന് ചലഞ്ചസ് അല്ല, അതിന്റെ അപ്സ് ആൻഡ് ഡൗൺ എല്ലാം ഡിഫറെന്റ് രീതിയിൽ ആ സാധനം എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളതാണ്. അത് ബസ്സിലാണെങ്കിലും ഇവിടെ ഫെറി ഉണ്ട്, ഫെറിയിലാണെങ്കിലും അവൻ പോയിട്ടുണ്ട്. ആ രീതിയിൽ എല്ലാ രീതിയിലും അവന് നമ്മളെക്കാട്ടി കൂടുതൽ അവന് ഇപ്പം ഹാലിഫാക്സ് ടൗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പോയതിനെക്കാട്ടി കൂടുതൽ അവൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും. ഒരു വഴിയിലേക്ക് പോകുമ്പോൾ നമ്മളൊരു 2 വർഷം 3 വർഷം ആയിട്ടേ ഉള്ളൂ ഇവിടെ എത്തിയിട്ട്. അപ്പൊ ടൗണിലേക്ക് പോകുമ്പോൾ റയാന്റെ ഡാഡ് അല്ലെ റയാന്റെ പാരന്റ്സ് എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നമ്മൾ അങ്ങനെ അറിയപ്പെടുന്നുണ്ട്. റയാൻ അറിയുന്ന കുറെ ആൾക്കാരുണ്ട്. അതാണ് ശരിക്കും ദാറ്റ് ഇസ് ദ ഇൻക്ലൂഷൻ. അവൻ ആ ഭാഗത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പ്രത്യേകമായിട്ടുള്ള എഫേർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവന്റെ സിറ്റി ആയിട്ട് ഈ സാധനം മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏത് നഗരത്തെക്കാളും കോഴിക്കോട് നമ്മൾ താമസിച്ചിട്ടുണ്ട്, മൈസൂർ 2 വർഷം ഉണ്ടായിട്ടുണ്ട്, അവിടെയൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി എന്റെ സ്വന്തം നാട്ടിൽ അവൻ നിന്നത് വളരെ ചുരുക്കമാണ്. എനിക്ക് തോന്നുന്നു ഒരാഴ്ച പോലും ചിലപ്പോൾ 2 ആഴ്ച ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് എന്റെ വീട്ടിൽ പോയിട്ട് നിന്നിട്ടില്ല. ഈവൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ ഒരു കല്യാണത്തിൽ ചിലപ്പം ആകെ അവന്റെ ലൈഫിൽ നമ്മൾ പങ്കെടുത്ത 1-2 കല്യാണങ്ങളെ ഉണ്ടാവും, വേറെ ഫംഗ്ഷൻ ഒന്നും നമ്മൾ പങ്കെടുത്തില്ല. പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ അവൻ ഇവിടെ വീക്കെൻഡുകളിലാണെങ്കിലും ക്രിസ്മസിലാണെങ്കിലും ന്യൂ ഇയർ പ്രോഗ്രാം ആണെങ്കിലും ഓണത്തിനാണെങ്കിലും അവന് പോകുന്നു. ആൾക്കാർക്ക് അവനറിയാം, അവന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള കെയറിങ് ഒന്നും വേണ്ട, അവൻ അതിന്റെ ഭാഗമായിട്ട് പോകുന്നു, അവന്റെ ആയിട്ടുള്ള രീതി എൻജോയ് ചെയ്ത് നമ്മൾ ഇല്ലെങ്കിലൊക്കെ തിരിച്ചു വരുന്നു. അമേസിങ്. അപ്പോൾ ഈ ഒരു ഇൻക്ലൂഷൻ തന്നെയാണ് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടത്, റൈറ്റ്? കൂടുതൽ വാക്കുകൾ ഞാൻ ഇനി പറയാതെ വളരെ മനോഹരമായി തന്നെ അസ്രത് സർ അത് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലുള്ള ഇടപെടലുകളും വളരെ ശ്രദ്ധേയമാണ്. കാനഡ പോലുള്ളൊരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഡിസബിലിറ്റി സപ്പോർട്ട് പ്രോഗ്രാം സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് വളരെ, ഞാനിപ്പോൾ ഇന്ന് കണ്ടത് കേരളത്തിലോട്ട് ഒരു പോളിസി ഡോക്യുമെൻ്റ്, നമ്മുടെ നാട് എങ്ങനെ മാറണം എന്നതിൽ അത് ഇവിടെ പറയാന്നുള്ളത് മാത്രമല്ല, അത് കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്ത് ഒരു പുസ്തകമായി അല്ലേ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആക്ടിവിറ്റീസിനെയും വലിയൊരു അപ്രീഷിയേഷൻ പറയുകയാണ്. അപ്രീഷിയേഷൻ എന്നുള്ളതിലപ്പുറം വളരെ ആവശ്യമായിട്ടുള്ള, നമ്മൾ വളരെ സീരിയസ് ആയി അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് നോക്കി കാണേണ്ടതുണ്ട്. നമ്മുടെ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മുടെ പോളിസി മേക്കേഴ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടി ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉണർത്തുകയാണ്. അതോടൊപ്പം റയാനും അസ്രത്കാക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. തീർച്ചയായിട്ടും വലിയൊരു ദൗത്യമാണ് നിങ്ങൾ നിർവഹിക്കുന്നത്, ഒരുപാട് ആളുകൾക്ക് വലിയൊരു മാർഗദർശനമാണ് നൽകുന്നത് എന്നതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ ഒരു കോൺവെർസേഷൻ ഇവിടെ ഒരുപാട് ഏരിയാസ് ഇനിയും ഉണ്ട്, പ്രോബ്ലി നമുക്ക് മറ്റ് സമയങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാം. കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഒരുപാട് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ പാരൻസ് ഇത് കാണുന്നുണ്ടാവും, നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് കൺവേ ചെയ്യാം, മറുപടികൾ നൽകാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഒരു വാല്യുബിൾ ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിരുന്നു ഇത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ കൂടെ വന്ന താങ്കൾക്കെല്ലാം നന്ദിയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇൻ്റർനാഷണൽ പേഴ്സൺ ഫോർ ഡിസബിലിറ്റി ഡേ എന്നുള്ളത് അതിൻ്റെ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട ഒരു സംസാരമാണ്, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനാണ് നമുക്ക് നടത്താൻ സാധിച്ചത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു അജ്മൽ സർ.